It's Tailfrog, let's fly, let's fly. It's Tail Frog, we're ready to rise. Legends in the shadows, we claim the skies. Walk through the dark, no fear, no disguise. We bring the heat, see the fire in our eyes. Hello guys, welcome back to Tail Frogs. Tailfrog, let's fly, let's fly. Hey, it's Tailfrog, let's fly, let's fly. നമ്മളിത് കാണാൻ പോകുന്നത് 2023 പുറത്തിറങ്ങിയ സയൻസ് ഫിക്ഷൻ ഫാന്റസി വിഭാഗത്തിൽപ്പെടുത്താവുന്ന ദ ആനിമൽ കിങ്ഡം എന്ന ഒരു ഫ്രഞ്ച് മൂവിയാണ്. അപ്പൊ എങ്ങനെയാ, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. നമുക്കിപ്പോ പോവാം കഥകളുടെ ആ ഒരു മാജിക്കൽ യൂണിവേഴ്സിലേക്ക്. It's Tailfrog. സിനിമയുടെ തുടക്കത്തിൽ തന്നെ ഒരു അച്ഛനും മകനും ഒരു കാറിലിരുന്ന് ഇങ്ങനെ സംസാരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടുള്ള അയാളുടെ വൈഫിനെ കാണാനായിട്ടാണ് ഇവർ രണ്ടാളും കൂടി പോകുന്നത്. എന്നാൽ ഈ ഒരു ട്രാഫിക് ബ്ലോക്കിൽ ഇരുന്ന സമയത്ത് ഇവർ പല കാര്യങ്ങളും പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞു തെറ്റിയിട്ട് ഇനി ഞാൻ നടന്നു പോക്കോളാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോ ആയിട്ടുള്ള ബില്ലി അവൻ ആ ഒരു കാറിൽ നിന്നും ഇറങ്ങി മുന്നോട്ടേക്ക് നടക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ ഇവന്റെ അച്ഛനെ നമുക്ക് സാം എന്ന് വിളിക്കാം. സാം ഇപ്പോ പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് ബില്ലിനെ പല കാര്യങ്ങളൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ട് തിരിച്ച് വണ്ടിയിലേക്ക് കയറ്റാനായിട്ട് നോക്കുന്നുണ്ട്. ഇവരുടെ റോക്കി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഡോഗും ഇപ്പൊ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. എന്നാൽ ഈ ഒരു സമയത്ത് തൊട്ടപ്പുറത്ത് നിർത്തിയിട്ടുണ്ടായിരുന്ന ഒരു വാനിൽ നിന്നും എന്തൊക്കെയോ ശബ്ദങ്ങൾ ഇങ്ങനെ കേൾക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അവരിപ്പോ ആ ഒരു ഭാഗത്തേക്ക് നോക്കുകയാണ്. ഈ ഒരു വാനിന്റെ ഉള്ളിൽ നിന്നും ഇപ്പൊ ഒരു മനുഷ്യൻ പുറത്തേക്ക് തെറിച്ചു വന്ന് വീണിട്ടുണ്ട്. വാന്റെ തൊട്ട് ബാക്കിലായിട്ടുണ്ടായിരുന്ന ആ ഒരു കാറിന്റെ മുകളിലേക്കാണ് ഈ ഒരു മനുഷ്യൻ വന്ന് വീണിട്ടുണ്ടായിരുന്നത്. എന്നാൽ നമ്മളിപ്പോ ശ്രദ്ധിച്ച് നോക്കുന്ന സമയത്ത് അയാളുടെ ഒരു കൈ ഈ ഒരു പക്ഷികളുടെ ആ ഒരു ചിറക് മാതിരിയൊക്കെ ആയിട്ടുണ്ട്. മുഖത്തിപ്പോ എന്തോ ഒരു മാസ്ക് പോലെ എന്തോ ഇങ്ങനെ വെച്ച് കെട്ടിയിട്ടൊക്കെ ഉണ്ട്. ആ വാനിൽ തന്നെ ഉണ്ടായിരുന്ന മറ്റാളുകൾ ഇയാളെ പിടിച്ചു വെക്കാനായിട്ടൊക്കെ നോക്കുന്നുണ്ട്. പക്ഷെ അവരെയൊക്കെ അടിച്ചിട്ടിട്ട് അടുത്ത് കണ്ട ഒരു ബിൽഡിങ്ങിലേക്ക് ഇയാൾ ഓടിക്കേറി പോവാണ്. അവന്റെ കൈവിരലുകളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയാ, വളരെ വ്യത്യാസമായിട്ട് ഒരു മൃഗത്തിന്റെ ഒക്കെ രീതിയിൽ വളരെ ഷാർപ്പായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോ സാമും ബില്ലിയും കൂടിയിട്ട് ബില്ലിയുടെ അമ്മയെ അഡ്മിറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ഹോസ്പിറ്റലിലേക്ക് വന്നേക്കാണ്. ഡോക്ടറായിട്ട് ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ഡോക്ടർ പറയാണ് കഴിഞ്ഞ 3 മാസമായിട്ട് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. അത് വളരെ നല്ലൊരു സൈനാണ്. എന്താ ചെയ്യാ, ഇതുപോലുള്ള അസുഖങ്ങളൊക്കെ നമ്മുടെ ഈ ഒരു ലോകത്ത് ഇങ്ങനെ പടർന്നു പിടിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അത് മാത്രമല്ല ഈ ഒരു അസുഖം പിടിപെട്ടിട്ടുള്ള ആൾക്കാരെയൊക്കെ വീട്ടിൽ വെച്ച് നോക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ കഷ്ടപ്പാടുള്ള കാര്യമാണ് എന്നൊക്കെ ഇങ്ങനെ ഡോക്ടർ സാമിനോട് പറയുന്നുണ്ട്. സാം ഇപ്പൊ പറയാണ് ഞാൻ എന്റെ വൈഫിനെ നല്ല രീതിയിൽ തന്നെ നോക്കിക്കൊണ്ടിരുന്നത്, ഗവൺമെന്റ് ആണ് നിർബന്ധിച്ച് ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കംപ്ലൈന്റ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഡോക്ടർ അതെല്ലാം കഴിഞ്ഞു പോയ കാര്യങ്ങളല്ലേ, ഇനിയിപ്പോ അതിനെ പറ്റിയിട്ടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, എന്തായാലും ട്രീറ്റ്മെന്റിൽ നല്ല ഫലം കാണുന്നുണ്ട്, നല്ല രീതിയിൽ ഇംപ്രൂവ്മെന്റ് വരുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ ആ ഒരു ഡോക്ടർ പറയാണ്. നോർത്ത് സൈഡിൽ നമ്മൾ പുതിയതായിട്ട് ഒരു സെന്റർ ഓപ്പൺ ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. സാം, നിങ്ങൾ ആ ഒരു ഭാഗത്ത് വന്നിട്ട് സെറ്റിൽ ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്തൊക്കെ ഒരുപാട് ട്രാവൽ ഒന്നും ചെയ്യാതെ അവളെ വന്ന് കാണാലോ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. പക്ഷെ എന്തോ നമ്മുടെ ബില്ലിക്ക് പുതിയ സ്ഥലത്തേക്ക് മാറാന്ന് പറയുന്നത് ആ ഒരു കാര്യമൊന്നും അവൻ അത്ര വലിയ ഇഷ്ടാവുന്നില്ല. ഡോക്ടർ ഇപ്പൊ ഇവരെ കൂട്ടിയിട്ട് ബില്ലിയുടെ അമ്മ കിടക്കുന്ന ആ ഒരു റൂമിലേക്ക് പോകുന്നുണ്ട്. സാം മാത്രമാണ് അവന്റെ വൈഫിനെ കാണാനായിട്ട് പോയിട്ടുണ്ടായിരുന്നത്. ബില്ലി ആണെന്നുണ്ടെങ്കിൽ പുറത്തിങ്ങനെ നിൽക്കുകയാണ്. അവന്റെ അമ്മയുടെ ഈ ഒരു അവസ്ഥയെ കുറിച്ച് ആലോചിച്ചിട്ട് അവന് നല്ല വിഷമമുണ്ട്. ഇപ്പൊ സാമു തിരിച്ചു വന്നിട്ട് ബില്ലിയോട് പറയാണ് നീ എന്താ ഇവിടെ നിൽക്കുന്നത്, അമ്മേനെ പോയി കാണ് എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇപ്പൊ ബില്ലി പറയാണ് ഞാൻ എന്തിനാച്ചാ വന്ന് കാണുന്നത്, അവർക്ക് ഞാൻ പറയുന്നത് എന്താന്ന് പോലും മനസ്സിലാവില്ല, പിന്നെ എന്തിനാ ഞാൻ വന്ന് കാണുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഇപ്പൊ സാമു പറയാണ് എടാ നീ പറയുന്നൊന്നും മനസ്സിലായിട്ടില്ലെങ്കിലും അവർ നിന്റെ അമ്മയല്ലേ, നിന്റെ ആ ഒരു സാമീപ്യം അത് മാത്രം മതി അവർക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ബില്ലി ഇപ്പോ അവന്റെ അമ്മേന്റെ അരികിലേക്ക് വിടുന്നുണ്ട്. ഈ ഒരു സമയത്താണ് അവരുടെ മുഖം നമ്മൾ കാണുന്നത്. മുഖത്തൊക്കെ ഒരുപാട് രോമങ്ങളൊക്കെ വളർന്നിട്ട് ഏതോ ഒരു മൃഗത്തെ പോലെ ആയിട്ടുണ്ടായിരുന്നു. ഇതാണ് ആ ഒരു നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മനുഷ്യന്മാര് മൃഗങ്ങളെ പോലെ ആയി മാറുന്ന ഒരു വലിയ പാൻഡമിക് അതവിടെ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ തടുക്കാനുള്ള വാക്സിനേഷൻ കണ്ടുപിടിക്കാനായിട്ട് ഗവൺമെന്റ് ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഒരുപാട് ശ്രമിച്ചിട്ടും അതിനുള്ള ഫലപ്രദമായിട്ടുള്ള ഒരു മരുന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എങ്കിലും ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ അത് സ്ലോ ആക്കാനുള്ള ചില മരുന്നുകൾ ഇപ്പോ മാർക്കറ്റിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ മൃഗങ്ങളായി മാറുന്ന ആളുകൾ മറ്റുള്ളവരുടെ ജീവിതത്തെ തടസ്സപ്പെടുത്താതിരിക്കാനായിട്ട് ഗവൺമെന്റ് അങ്ങനെയുള്ള ആളുകളെ പിടിച്ചുകൊണ്ടായിട്ട് ഒരു പ്രത്യേകതരം ഹോസ്പിറ്റലാക്കും. അങ്ങനെയുള്ള ഒരു ഹോസ്പിറ്റലിലാണ് ബില്ലിയുടെ അമ്മ ഇപ്പൊ കഴിയുന്നത്. ആ ഒരു ഡോക്ടർ പറഞ്ഞിട്ടുള്ളതുപോലെ നോർത്ത് സൈഡിൽ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു പുതിയ സെന്ററിലേക്ക് ബില്ലിയുടെ അമ്മേനെ മാറ്റാനായിട്ട് പോവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ ബില്ലിയും സാമും കൂടിയിട്ട് അവിടെ ഒരു വീടെടുത്ത് താമസിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ബില്ലിനെ അവിടെയുള്ള ഒരു സ്കൂളിലേക്ക് ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ഒരു നാട്ടിലുണ്ടായിരുന്ന ഒരു റെസ്റ്റോറന്റില് ബില്ലിയുടെ അച്ഛൻ ഒരു ജോലി കണ്ടുപിടിക്കുകയാണ്. ബില്ലി അങ്ങനെ ആദ്യമായിട്ട് അവന്റെ ആ ഒരു പുതിയ സ്കൂളിലേക്ക് പോവാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ അവന്റെ ക്ലാസ് ടീച്ചർ എല്ലാവരുടെയും മുന്നിൽ അവനെങ്ങനെ പരിചയപ്പെടുത്തുന്നുണ്ട്. ബില്ലി ഇപ്പൊ പറയാണ് എന്റെ അച്ഛന് ഇവിടുത്തെ റെസ്റ്റോറന്റില് ഷെഫായിട്ട് ജോലി കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത്. എന്നാൽ ഈ ഒരു സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടി അവന്റെ അമ്മേനെ പറ്റി ചോദിക്കുന്നുണ്ട്. അവന്റെ അമ്മ മരിച്ചുപോയെന്ന് അവനിപ്പോ അവരോടൊരു കള്ളം പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ അവൾക്ക് ഭയങ്കര വിഷമം തോന്നുന്നുണ്ട്. മറ്റുള്ളവരെല്ലാരും ഇവളെ ഇങ്ങനെ കുറ്റപ്പെടുത്താനായിട്ട് തുടങ്ങുകയാണ്. ഇവളാണെങ്കിൽ ഒരുപാട് ഇങ്ങനെ വളവളാന്ന് സംസാരിക്കുന്ന ഒരു ടൈപ്പാണ്. ഇപ്പൊ അവള് പറയാണ് എനിക്ക് ADHD എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു അസുഖമുണ്ട്, ഞാനിങ്ങനെ ബ്രെയിനിൽ ഓരോ കാര്യങ്ങൾ ചിന്തിക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ അറിയാതെ തന്നെ ആ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകും എന്നൊക്കെ ഇങ്ങനെ പറയാണ്. എന്നാൽ ഈ ഒരു സമയത്ത് തന്നെ അവള് വീണ്ടും അവനെ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് തുടങ്ങുകയാണ്. നിനക്ക് മ്യൂസിക് ഇഷ്ടമാണോ, അങ്ങനെ ഓരോരോ
കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ക്ലാസ് ടീച്ചർ പറയാണ്, നിന്റെ ചോദ്യം ചെയ്യലൊക്കെ കഴിഞ്ഞെങ്കിൽ ഞാൻ ക്ലാസ് എടുത്തോട്ടെ മാഡം എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അവളുടെ കൂട്ടുകാരി അവളെ പിടിച്ചു വലിച്ച് അവിടെ ഇരുത്താണ്. എന്നാൽ ഈ ഒരു സമയത്ത് ബില്ലി അവളെ നോക്കിയിട്ട് ഒരു ചിരിച്ചിരിക്കുന്നുണ്ട്. അവളുടെ ഈ ഒരു സംസാരങ്ങളും കാര്യങ്ങളൊക്കെ ബില്ലിക്ക് ഒരുപാട് ഇഷ്ടമായി എന്നാണ് തോന്നുന്നത്. ബില്ലി അവന്റെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നേരെ പോയത് അവന്റെ അച്ഛൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു റെസ്റ്റോറന്റിലേക്കായിരുന്നു. ആ ഒരു റെസ്റ്റോറന്റിന്റെ ഓണറേയും അയാളുടെ വൈഫിനൊക്കെ ബില്ലി ഇപ്പൊ പരിചയപ്പെടുന്നുണ്ട്. എന്നാൽ ഈ ഒരു സമയത്ത് അയാൾ പറയാണ്, ക്രീച്ചേഴ്സ് ആയിട്ട് മാറിയിട്ടുള്ള ആ ഒരു ആളുകളെയൊക്കെ കൊണ്ടിടുന്ന ആ ഒരു പുതിയ സെന്റർ അത് ഇവിടെയാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അല്ലേ, നല്ല അടച്ചുറപ്പുള്ള കോൺക്രീറ്റ് കെട്ടിടമാണ് അതിനാവശ്യമുള്ളത് എന്നിപ്പോ ബില്ലി അയാളോട് പറയാണ്. ഇപ്പൊ ഈ ഒരു റെസ്റ്റോറന്റിന്റെ ഓണർ അപ്പുറത്തെ സൈഡിലേക്ക് പോകുന്നുണ്ട്. എന്നാൽ ഈ ഒരു സമയത്ത് അയാളുടെ വൈഫ് വന്നിട്ട് ബില്ലിനോട് ചോദിക്കാണ്, നിനക്ക് ആ ഒരു ക്രീച്ചേഴ്സിന്റെ പേടിയാണോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ഇപ്പൊ ബില്ലി പറയാണ്, എനിക്ക് പേടിയാണെന്ന് പറയുന്നുണ്ട്. ഇപ്പൊ അവര് പറയാണ്, അവരെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അവര് നമ്മളെ പോലുള്ള മനുഷ്യരായിട്ടുള്ള ആൾക്കാർ തന്നെയല്ലേ, അവരെന്തിനാ നീ പേടിക്കുന്നത്? സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ പേടിച്ചിട്ടാണ് അവർ നമ്മളെ ആക്രമിക്കുന്നത്. എന്നാൽ ഈ ഒരു സമയത്ത് ആ ഒരു ഭാഗത്തേക്ക് നല്ല രീതിയിൽ ഇങ്ങനെ കാറ്റടിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ആ ഒരു റെസ്റ്റോറന്റിൽ വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു വലിയ കൊടകളൊക്കെ ഇപ്പൊ പറന്നു പോകാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ഇവരെല്ലാരും കൂടിയിട്ട് അത് പെറുക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. ബില്ലി ഇപ്പോ മെല്ലെ അവന്റെ അച്ഛൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. അച്ഛനിപ്പോ ദൂരെ കാണുന്ന ആ ഒരു ക്ലൗഡ്സ് ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയാണ്, ഇന്ന് രാത്രി അതിശക്തമായിട്ടുള്ള ഒരു മഴ പെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. ബില്ലി ആണെങ്കിൽ ആ ഒരു ക്ലൗഡ്സിലേക്ക് തന്നെ നോക്കി അങ്ങനെ നിൽക്കുകയാണ്. ഇപ്പൊ രാത്രി ആയിട്ടുണ്ട്. ബില്ലി അവന്റെ റൂമിൽ ഇങ്ങനെ കിടന്നുറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. റോക്കി കിടന്നിട്ട് ഭയങ്കരമായിട്ട് കുരയ്ക്കുന്ന കേട്ടിട്ടാണ് ബില്ലി ഇപ്പൊ എണീക്കുന്നത്. ഇപ്പൊ നടുവിലുള്ള ആ റൂമെന്ന് അവന്റെ അച്ഛന്റെ സൗണ്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ട്. പുറത്താണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഇപ്പൊ ഇടിവെട്ടി മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ബില്ലി ഇപ്പോ മെല്ലെ അവന്റെ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി നോക്കുന്നുണ്ട്. നോക്കുമ്പോ അച്ഛൻ ആ ഒരു ഫ്യൂസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പൊ ഒരു മിന്നലടിച്ച സമയത്ത് കറണ്ട് വീണ്ടും പോയിട്ടുണ്ട്. അവിടെ ഉണ്ടായിരുന്ന ആ ഒരു ജനലിൽ കൂടെ ബില്ലി പുറത്തേക്ക് നോക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ഇടിമിന്നൽ അടിക്കുന്നുണ്ട്. ആ ഒരു വെളിച്ചത്തില് ക്രീച്ചറായിട്ട് മാറിയിട്ടുള്ള ആ ഒരു മനുഷ്യൻ അത് അവിടെ നിൽക്കുന്നത് ബില്ലി ഇങ്ങനെ കാണാണ്. പെട്ടെന്ന് കണ്ട സമയത്ത് അവനൊന്ന് പേടിച്ചു പോകുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെ അവർ പുറത്തേക്ക് ഇറങ്ങി നോക്കി കഴിഞ്ഞപ്പോ ഇന്നലെ പെയ്തിട്ടുള്ള ആ ഒരു ശക്തമായ മഴയിലും കാറ്റിലും ഒരുപാട് മരങ്ങളൊക്കെ ഒടിഞ്ഞിട്ട് ഇവരുടെ വീടിന്റെ മുറ്റത്തേക്ക് ഇങ്ങനെ വീണിട്ടുണ്ട്. ഇപ്പൊ ആ ഒരു മരങ്ങളൊക്കെ വെട്ടിയിട്ട് അവർ ആ ഒരു വീടിന്റെ മുറ്റത്ത് നിന്നും മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് സാമിന്റെ ഫോണിലേക്ക് ഒരു കോള് വരാണ്. ഈ ഒരു കോൾ അറ്റൻഡ് ചെയ്ത സമയത്ത് സാമ് ഭയങ്കരമായിട്ട് ടെൻഷൻ ആവുന്നുണ്ട്. എവിടെയാണ്, എപ്പോ, ഞാൻ ഇതാ വരുന്നു എന്ന് പറഞ്ഞിട്ട് സാം ഇപ്പോ ബില്ലിയും കൂട്ടിയിട്ട് ആ ഒരു കാർ എടുത്തിട്ട് അവിടുന്ന് പോവുകയാണ്. ബില്ലി ആണെന്നുണ്ടെങ്കിൽ സാമിനോട് ഇപ്പൊ ചോദിക്കുന്നുണ്ട്, നമ്മൾ എങ്ങോട്ടാ ചെയ്ത് പോകുന്നത്, എന്തെങ്കിലും ഒന്ന് പറയേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. സാമാണെന്നുണ്ടെങ്കിൽ നല്ല ടെൻഷനിലായിരുന്നു. അയാളൊന്നും പറയാതെ തന്നെ ആ ഒരു കാർ ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പോകുന്ന വഴിയിലാണെങ്കിൽ ഒരുപാട് പോലീസുകാർ ഇങ്ങനെ റോട്ടിൽ വീണ് കിടക്കുന്ന ആ ഒരു മരങ്ങളൊക്കെ വെട്ടി മാറ്റുന്നുണ്ട്. കുറച്ചുകൂടി മുന്നോട്ട് പോയ സമയത്താണെങ്കിൽ ഒരു വലിയ വാൻ അവിടെ മറിഞ്ഞു കിടക്കുന്നത് ഇവർ കാണാണ്. അത് മാത്രമല്ല ഇപ്പൊ ആ ഒരു ഭാഗത്തേക്ക് ഒരുപാട് ആംബുലൻസും അതുപോലെ തന്നെ ഫയർഫോഴ്സിന്റെ ആ ഒരു ടീമും ഒക്കെ അവിടെ എത്തിയിട്ടുണ്ട്. ഈ രൂപമാറ്റം വന്ന ക്രീച്ചേഴ്സിനെ പഴയ സെന്ററിൽ നിന്നും പുതിയ സെന്ററിലേക്ക് മാറ്റുന്നതിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ആ ഒരു വാനുകളായിരുന്നു അത്. തലേദിവസം രാത്രി ഉണ്ടായിട്ടുള്ള ആ ഒരു വലിയ മഴയിൽ പെട്ടിട്ട് ഈ വാനുകളെല്ലാം മറിയായിരുന്നു. അതിലൊരു വാന് ഇപ്പൊ നേരെ പോയിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു വലിയ തടാകത്തിലേക്ക് പോയി വീണിട്ടുണ്ട്. സാമ് അവർ വന്നിട്ടുള്ള ആ ഒരു കാറ് അവിടെ ഒരു ഭാഗത്ത് നിർത്തിയിട്ട് ഈ ഒരു ആക്സിഡന്റ് നടന്നിട്ടുള്ള ആ ഒരു ഭാഗത്തേക്ക് ബില്ലിയം വലിച്ചുകൊണ്ട് ഇങ്ങനെ പോവാണ്. അയാളുടെ ഭാര്യയും ഈ ഒരു അപകടത്തിൽ പെട്ടിട്ടുണ്ടെന്ന് വിചാരിച്ചിട്ട് സാമാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ടെൻഷൻ ആയിട്ടുണ്ടായിരുന്നു. ഇപ്പോ ആ ഒരു ഭാഗത്തേക്ക് ഓടി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ പോലീസുകാർ ഇവരെങ്ങനെ പിടിച്ചു വെക്കുന്നുണ്ട്. എന്റെ വൈഫിന് എന്താണ് സംഭവിച്ചതെന്നൊക്കെ ചോദിച്ചിട്ട് സാമപ്പോ അവിടെ കിടന്നിട്ട് നല്ല രീതിയിൽ ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അയാൾ കരയുന്നൊക്കെ ഉണ്ട്. സാമപ്പോ മുന്നോട്ടേക്ക് പോകാനായിട്ട് ഇങ്ങനെ ശ്രമിക്കുന്നുണ്ട്. പോലീസുകാർ സാമിനെ ഇങ്ങനെ ശക്തമായിട്ട് പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഈ ഒരു ഒച്ചയും ബഹളമൊക്കെ കേട്ടിട്ട് ജൂലി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പോലീസ് ഓഫീസർ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. ഇപ്പൊ ജൂലി സാമിനോട് ചോദിക്കുകയാണ്, നിന്റെ വൈഫിന്റെ പേരെന്താണ്? സാമ പറയുന്നുണ്ട് മെറിൻ എന്നാണ് അവളുടെ പേര്. ജൂലി ആണെങ്കിൽ അവളുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ലിസ്റ്റ് മുഴുവൻ നോക്കുന്നുണ്ട്. എന്നിട്ട് പറയാണ്, മരിച്ചുപോയവരുടെ മുഴുവനും ബോഡി ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ആ ഒരു ലിസ്റ്റിലൊന്നും നിന്റെ വൈഫിന്റെ പേര് കാണുന്നില്ല. ഇനിയും ഒരു 10-40 പേരെ കൂടി കിട്ടാനുണ്ട്. അവര് അടുത്തുള്ള ആ ഒരു കാട്ടിലേക്ക് രക്ഷപ്പെട്ടിട്ടുണ്ട്. ആ ഒരു കൂട്ടത്തില് അവളുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് മെറിനെ പറ്റിയിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ് എന്റെ കൊളീഗ്സിന് കൊടുത്തിട്ട് ഇവിടുന്ന് തൽക്കാലം പോയിക്കോ. എന്തെങ്കിലും വിവരം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അറിയിക്കാം എന്നിങ്ങനെ ജൂലി പറയുന്നുണ്ട്. ഇപ്പൊ വെള്ളത്തിൽ മുങ്ങിപ്പോയിട്ടുള്ള ആ ഒരു ട്രക്ക് വലിയൊരു ക്രൈൻ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ മേലേക്ക് പൊക്കിയെടുക്കുകയാണ്. ഇപ്പൊ രാത്രിയായ സമയത്ത് സാമു ബില്ലിയും കൂട്ടിയിട്ട് അവരുടെ കുറച്ച് ഡ്രസ്സൊക്കെ ആയിട്ട് ആ ഒരു കാട്ടിലേക്ക് വന്നിട്ടുണ്ട്. എന്നിട്ട് ഇപ്പൊ ആ ഒരു കാടിന്റെ പല ഭാഗത്തും ആ ഒരു ഡ്രസ്സ് ഇങ്ങനെ തൂക്കിയിടുകയാണ്. ഇപ്പൊ ബില്ലി ചോദിക്കുന്നുണ്ട്, ഇത് എന്തിനാണ് അച്ഛൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ സാമ്പു പറയാണ്, നിന്റെ അമ്മയ്ക്ക് ഈ ഒരു ഡ്രസ്സിൽ നിന്ന് വരുന്ന സ്മെല്ല് നിന്റെ അമ്മയ്ക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവൾക്ക് നമ്മളെ കണ്ടുപിടിക്കാനായിട്ട് പറ്റില്ലേ, അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് എന്നൊക്കെ ഇങ്ങനെ ബില്ലിയോട് സാമ്പു ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നാൽ ബില്ലിക്ക് ഇതൊക്കെ ഭയങ്കര സില്ലി ആയിട്ടാണ് തോന്നുന്നത്. അവന്റെ അടുത്ത് അവന്റെ ആ ഒരു ടീഷർട്ട് ചോദിക്കുന്ന സമയത്ത് ബില്ലി കൊടുക്കുന്നുണ്ടായിരുന്നില്ല. ഇപ്പൊ ദേഷ്യം പിടിച്ചിട്ട് സാമ്പു വന്നിട്ട് ആ ഒരു ബോക്സ് മുഴുവനും വാങ്ങിയെടുക്കുകയാണ്. എന്നിട്ട് പറയാണ്, നീ വീട്ടിൽ പോയി കിടന്നുറങ്ങിക്കോ, ഈ ഒരു കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് അവനെ പറഞ്ഞു വിടുകയാണ്. എന്നാൽ സാമ അവിടെ കിടന്ന് ഇങ്ങനെ കഷ്ടപ്പെടുന്ന കണ്ടിട്ട് ബില്ലിക്കാണെങ്കിൽ ഒട്ടും സഹിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ബില്ലിയും ഇപ്പൊ സാമിന്റെ കൂടെ അവനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. പിറ്റേ ദിവസം രാവിലെ ബില്ലിയുടെ സ്കൂളിൽ അവരുടെ ആ ഒരു PT പീരീഡ് ആയിരുന്നു അത്. ഇപ്പൊ ഗ്രൗണ്ടിലേക്ക് പോകാനായിട്ട് സ്റ്റുഡൻസ് എല്ലാവരും കൂടി ഇങ്ങനെ നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് തലേദിവസം നടന്നിട്ടുള്ള ആ ഒരു ആക്സിഡന്റിനെ പറ്റിയിട്ടൊക്കെ ഇവരിങ്ങനെ സംസാരിക്കുന്നുണ്ട്. ഇങ്ങനെ രൂപമാറ്റം സംഭവിച്ചിട്ട് ക്രീച്ചേഴ്സ് ആയിട്ട് മാറിയിട്ടുള്ള ആൾക്കാരൊന്നും നമുക്ക് ഇതുവരെ നേരിട്ട് കാണാനായിട്ട് പറ്റിയിട്ടില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അത് മാത്രമല്ല തലേദിവസം അവരുടെ അടുത്തുണ്ടായിരുന്ന ഒരു ഗ്രാമത്തില് ഒരു ക്രീച്ചർ ഇതുപോലെ വന്നിട്ട് ആൾക്കാരെ ആക്രമിച്ച കഥയൊക്കെ അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ ബില്ലിക്ക് നല്ല രീതിയിൽ ടെൻഷൻ ആവാണ്. അവന്റെ കയ്യിലുണ്ടായിരുന്ന ആ
ഒരു ബോക്സ് ഇപ്പൊ നിലത്തേക്ക് വീണ് പോകുന്നുണ്ട്. എന്നാൽ ഈ ഒരു സമയത്ത് അവൻ ആ ഒരു ക്ലാസ്സിൽ നിന്ന് പരിചയപ്പെട്ടില്ല ആ ഒരു പെൺകുട്ടി, അവളെ നമുക്ക് റേച്ചൽ എന്ന് വിളിക്കാം. റേച്ചൽ ഇപ്പോ അവന്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താടാ പറ്റിയത് എന്നൊക്കെ ചോദിച്ചിട്ട് ആ ഒരു ബോക്സ് എടുത്ത് വെക്കാനായിട്ട് അവനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ബില്ലി ആണെങ്കിൽ ഇപ്പൊ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങനെ ഫ്രണ്ടിലേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ബില്ലിക്ക് എന്താണെന്നറിയില്ല, ഈ ഒരു കഥകളൊക്കെ കേട്ടിട്ട് അവന്റെ മൂടാകെ മാറിയിട്ടുണ്ട്. ഇവന്റെ അമ്മയും ഇതുപോലെ ഒരു ക്രീച്ചറായി മാറിയിട്ടുണ്ടെന്നുള്ളത് ഇവിടെ ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും പിന്നെ അവൻ എങ്ങനെ കാണാന്നൊക്കെ ആലോചിച്ചിട്ട് അവനിങ്ങനെ ടെൻഷനായിട്ട് അവിടെ തന്നെ ഇങ്ങനെ നിൽക്കുകയാണ്. ഇപ്പൊ ബാക്കിയുള്ള സ്റ്റുഡൻസ് എല്ലാവരും അവിടെ പോയിട്ട് ഓരോരോ ഗെയിം ഇങ്ങനെ കളിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. പക്ഷെ ബില്ലി മാത്രം അവിടെ ഇങ്ങനെ ഈ ഒരു കാര്യങ്ങളൊക്കെ ആലോചിച്ച് നിൽക്കുകയാണ്. അവന്റെ സാറ് അവനെ വിളിച്ചിട്ട് പറയുന്നുണ്ട് നീ എന്താ ഗെയിം ഒന്നും കളിക്കാതെ അവിടെ നിൽക്കുന്നത്. ഇപ്പൊ അവിടെ കുറച്ച് പിള്ളേരാണെങ്കിൽ ഇങ്ങനെ ആ ഒരു റോപ്പ് ഉപയോഗിച്ചിട്ട് വടം വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സ്റ്റുഡൻസിന്റെ കൂടെ കൂടിക്കുമെന്ന് പറഞ്ഞിട്ട് അവരുടെ കൂട്ടത്തിലേക്ക് ഇവനെ ചേർക്കുന്നുണ്ട്. അങ്ങനെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും അതിശക്തമായിട്ട് ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഓപ്പോസിറ്റ് സൈഡിലുള്ള ടീം പിടിച്ച് ഒരു വലി വലിക്കുന്നുണ്ട്. അന്ന് ആ ഒരു വലിയിൽ തന്നെ ഇവന്റെ കൂടെ ഉണ്ടായിരുന്ന ബാക്കി 4 എണ്ണം പടപടാന്ന് പറഞ്ഞിട്ട് നിലത്തേക്ക് വീഴാണ്. എന്നാൽ നമ്മുടെ ബില്ലി മാത്രം വീഴുന്നില്ല. അവൻ ഒറ്റയ്ക്ക് ഇപ്പൊ ആ ഒരു കയറിങ്ങനെ പിടിച്ചോണ്ടിരിക്കുകയാണ്. അവന്റെ ഓപ്പോസിറ്റ് സൈഡിലാണെങ്കിൽ 4-5 പേര് ഇങ്ങനെ പിടിച്ച് വലിച്ചോണ്ട് നിൽക്കുന്നുണ്ട്. പക്ഷേ ഇവന്റെ ഒറ്റൊരുത്തന്റെ ശക്തിയിൽ ഇവർ 5 പേരെയും അവനിങ്ങനെ പിടിച്ചു വലിച്ചോണ്ടിരിക്കുകയാണ്. ഇപ്പോ അവരെ നേരെ നോക്കിയിട്ട് ആ ഒരു റോപ്പർ ഒറ്റ വലി വലിക്കുന്നുണ്ട്. ഓപ്പോസിറ്റ് ടീമിലുള്ള എല്ലാണോ നിലത്തേക്ക് വീഴാണ്. ബില്ലിക്ക് അവന്റെ ശരീരത്തിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ ഇങ്ങനെ ഫീൽ ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും ആരെ അറിയിക്കാതിരിക്കാനായിട്ട് അവനിങ്ങനെ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. ബില്ലിയുടെ കയ്യിൽ ഇപ്പൊ എന്തോ ചെറിയ രീതിയിൽ ബ്ലഡും കാര്യങ്ങളൊക്കെ വരുന്നത് ഇങ്ങനെ കാണാണ്. അപ്പൊ അവൻ ആ ഒരു കയ്യിലേക്ക് നോക്കിയിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ട്. അന്ന് അതേ സമയത്ത് തന്നെ അവന്റെ ഒരു ഫ്രണ്ട് വന്നിട്ട് ഈ ഒരു വീക്കെൻഡിൽ നമ്മളൊരു പാർട്ടി വെക്കുന്നുണ്ട്, അപ്പൊ നീ എന്തായാലും വരണട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ഇങ്ങനെ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. ബില്ലി ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അവിടുന്ന് ഓടുകയാണ്. അവൻ നേരെ പോയത് അവന്റെ വീട്ടിലേക്കായിരുന്നു. അവൻ അവന്റെ ആ റൂമിൽ മുഴുവൻ ഇങ്ങനെ തപ്പി തിരയുന്നുണ്ട്. ഇപ്പൊ അവന്റെ കയ്യിൽ നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അവന്റെ നഖത്തിന്റെ ഇടയിലായിട്ട് ഭയങ്കര ഷാർപ്പായിട്ടുള്ള ചെറിയ നഖങ്ങൾ ഇങ്ങനെ വളർന്നു വരുന്നത് അവൻ കാണുന്നുണ്ട്. ഇത് കണ്ടിട്ട് അവൻ ആകെ ടെൻഷൻ ആവുന്നുണ്ട്. ഇപ്പൊ ഒരു പ്ലക്കർ ഉപയോഗിച്ചിട്ട് അവൻ ആ ഒരു നഖം വലിച്ചു പറിച്ചങ്ങനെ കളയാണ്. എന്നിട്ട് ആ ഒരു കണ്ണാടിയിൽ നോക്കിയിട്ട് ഇങ്ങനെ കരയുന്നുണ്ട്. ഇവന്റെ ബാക്ക് സൈഡിലേക്ക് നോക്കുന്ന സമയത്താണെങ്കിൽ അവന്റെ ആ ഒരു നട്ടലിനൊക്കെ ഇപ്പൊ എന്തൊക്കെയോ മാറ്റങ്ങൾ വരുന്നത് അവനിങ്ങനെ കാണാണ്. അവന്റെ അമ്മയ്ക്ക് വന്നിട്ടുള്ള ആ ഒരു അവസ്ഥ അവനും വരാൻ പോവാണെന്നുള്ളത് അവനിപ്പോ മനസ്സിലാവുന്നുണ്ട്. അവനിപ്പോ ഭയങ്കര ടെൻഷനായിട്ട് ആ റൂമിലുള്ള സാധനങ്ങളൊക്കെ വലിച്ചെറിയാണ്. എന്നിട്ട് അവിടുന്ന് ഇങ്ങനെ മാറി നിന്ന് കരയുന്നുണ്ട്. ഇപ്പോ ആ ഒരു ബാത്ത് ടബിൽ പോയിട്ട് അവന്റെ കയ്യിലുണ്ടായിരുന്ന ബ്ലഡും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഉരച്ച് കളയാനായിട്ട് നോക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു ബാത്ത് ടബിൽ ഇരുന്നിട്ട് അവനിങ്ങനെ കരയാണ്. റോക്കി ഇതെല്ലാം കണ്ടിട്ട് പേടിച്ച് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ഇവൻ കരയുന്നത് കണ്ടു കഴിഞ്ഞപ്പോ ആ ഒരു ബാത്ത് ടബിൽ ഇറങ്ങിയിട്ട് അവന്റെ കൂടെ വന്നിങ്ങനെ ഇരിക്കുകയാണ്. സാം ഇപ്പൊ അവിടെ ഉണ്ടായിരുന്ന ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് വന്നേക്കാണ്. ക്യാമ്പിങ്ങിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ അവൻ അവിടെ നിന്ന് ഇങ്ങനെ എടുത്തു വെക്കുന്നുണ്ട്. എന്നാൽ ഈ ഒരു സമയത്ത് ജൂലി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ജൂലിന്റെ അടുത്ത് ആ ഒരു ആക്സിഡന്റിനെ പറ്റിയിട്ടൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. എന്തായി നിങ്ങളുടെ തെരച്ചിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞോ, എന്താ സ്ഥിതി എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. ഇപ്പൊ ജൂലി പറയാണ് ഞങ്ങൾ മാക്സിമം ശ്രമിച്ചിട്ട് പറ്റാവുന്ന അത്ര ക്രീച്ചറുകളെ പിടിച്ചിട്ടുണ്ട്. ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങളൊന്നും ഞങ്ങളുടെ കയ്യിൽ നിൽക്കില്ല. അതുകൊണ്ട് തന്നെ പട്ടാളക്കാർ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി മുതൽ അവരായിരിക്കും ആ ഒരു കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നത്. ഞങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടില്ല ആ ഒരു കുറച്ച് പേരെ ഞങ്ങളാണ് ഇപ്പൊ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ അവർക്ക് കൊടുക്കാനുള്ള ഫുഡും കാര്യങ്ങളൊക്കെ മേടിക്കാനായിട്ടാണ് ഇവർ ഇവിടേക്ക് വന്നത് എന്നിങ്ങനെ പറയാണ്. അല്ല എന്താ നിങ്ങളുടെ വൈഫിനെ പറ്റിയിട്ട് എന്തെങ്കിലും വിവരം കിട്ടിയോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ഇപ്പൊ സാമ പറയാണ് ഏയ് ഇല്ല ഇതുവരെ കിട്ടിയിട്ടൊന്നും ഇല്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. എന്നാൽ ഈ ഒരു സമയത്ത് തന്നെ ഈ ഒരു സൂപ്പർ മാർക്കറ്റിന്റെ മറ്റൊരു ഭാഗത്ത് നിന്നും ഒരു ലേഡി ഇങ്ങനെ ഉറക്കെ കരയുന്ന സൗണ്ട് കേട്ടിട്ട് ഇവരെല്ലാവരും കൂടി ഇപ്പൊ ആ ഒരു ഭാഗത്തേക്ക് ഓടി പോവാണ്. ചെന്ന് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗത്തേക്ക് ഇപ്പൊ ഒരു ക്രീച്ചർ വന്നിട്ടുണ്ട്. ഇപ്പൊ അതിനെ കണ്ടിട്ടാണ് ഈ ഒരു ലേഡി പേടിച്ചിട്ട് കരഞ്ഞിട്ടുണ്ടായിരുന്നത്. സാമിന്റെ വൈഫായിട്ടുള്ള മെറിനറ്റ് ആണോ എന്ന് വിചാരിച്ചിട്ട് മെറിൻ എന്ന് വിളിച്ചിട്ട് ആ ഒരു ഭാഗത്ത് കൂടി ഇങ്ങനെ നടക്കുന്നുണ്ട്. മീനുകളൊക്കെ വെച്ചിട്ടുള്ള ആ ഒരു ഭാഗത്ത് നിന്നാണ് ഈ ഒരു ശബ്ദം ഇങ്ങനെ വരുന്നത്. ഈ ഒരു മീനിനെ തിന്നാൻ വേണ്ടിയിട്ട് മെറിൻ അങ്ങോട്ടേക്ക് വന്നാന്ന് വിചാരിച്ചിട്ട് സാം ഇപ്പൊ ആ ഒരു ഭാഗത്തേക്ക് പോയി നോക്കുന്നുണ്ട്. പക്ഷെ അവിടെ ഉണ്ടായിരുന്നത് മെറിൻ ആയിരുന്നില്ല, ഒരു ചെറിയ കുട്ടിയായിരുന്നു. എന്താ പറയാ അവന്റെ ശരീരമൊക്കെ ആകെ മാറിയിട്ട് ഈ ഒരു നീരാളിന്റെ രൂപത്തിലേക്കാണ് വളർന്നു വന്നിട്ടുള്ളത്. അവൻ അവിടെ ഇങ്ങനെ പേടിച്ചിരിക്കുകയാണ്. ഇപ്പൊ സാമനെ കണ്ട സമയത്ത് തന്നെ അവൻ അവിടെ നിന്ന് എണീറ്റ് ഓടുന്നുണ്ട്. ഈ ഒരു സമയത്ത് ജൂലിയും ഇവന്റെ പുറകെ ഓടുന്നുണ്ട്. അവന്റെ കൈകൾ ഉപയോഗിച്ചിട്ട് 2 സൈഡിലും ഉണ്ടായിരുന്ന സാധനങ്ങൾ മുഴുവനും ജൂലിന്റെ മേത്തേക്ക് ഇങ്ങനെ വലിച്ചെറിയുന്നുണ്ട്. പക്ഷെ ഒരു വിധത്തില് ജൂലി ഓടിപ്പോയിട്ട് അവനെ പിടിക്കുന്നുണ്ട്. ക്രീച്ചറായിട്ട് മാറിയിട്ടുള്ള വേറൊരു കുട്ടിയും ആ ഒരു സൂപ്പർ മാർക്കറ്റിൽ ഉണ്ടായിരുന്നു. ഇപ്പോ ആ ഒരു കുട്ടീനെ കൂടി പിടിച്ചിട്ട് പോലീസുകാരുടെ ആ ഒരു വാനിൽ കയറ്റിയിട്ട് ഇവരങ്ങോട്ട് പോവാണ്. ഈ ഒരു സമയത്ത് ജൂലി സാമിനോട് പറയുന്നുണ്ട് എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ എന്റെ ഈ ഒരു നമ്പറിലേക്ക് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് അവളുടെ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെ ബില്ലി എണീറ്റ് നോക്കുന്ന സമയത്ത് ആ ഒരു പാർട്ടിയിലേക്ക് വരുന്നുണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചിട്ട് റേച്ചലിന്റെ മെസ്സേജ് വന്നിട്ടുണ്ട്. അവൾ വിളിച്ചുകൊണ്ട് എന്തായാലും ആ ഒരു പാർട്ടിക്ക് പോകണമെന്ന് അവൻ അങ്ങനെ തീരുമാനിക്കുകയാണ്. അങ്ങനെ എണീറ്റിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് അച്ഛനിരിക്കുന്ന ആ ഒരു ഭാഗത്തേക്ക് പോവാണ്. ഇപ്പൊ ഒരുപാട് സാധനങ്ങൾ അവിടെ അച്ഛൻ ഇങ്ങനെ വാങ്ങിച്ചു വെച്ചത് ബില്ലി ഇങ്ങനെ കാണുന്നുണ്ട്. ഇപ്പൊ ഇത് എന്താന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇപ്പൊ സാമ പറയാണ് വാ നീരിക്കി എന്നിട്ട് ഇതൊക്കെ കഴിക്കി എന്നൊക്കെ പറഞ്ഞിട്ട് അവന് കോഫിയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയാണ് എടാ നിന്റെ അമ്മയ്ക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല, ഈ ഒരു കാട്ടിൽ എവിടെയോ തന്നെ അവളുണ്ടാവും. കഴിഞ്ഞ ദിവസം ആ ഒരു സൂപ്പർ മാർക്കറ്റിൽ വെച്ചിട്ട് 2 ക്രീച്ചേഴ്സിനെ പിടിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു. നിന്റെ അമ്മയും ചിലപ്പോ ആ ഒരു കാട്ടിൽ സർവൈവ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ വരാൻ പോകുന്ന ഒരു വീക്കെൻഡിൽ നമുക്ക് അവളെ തെരഞ്ഞിട്ട് ആ ഒരു കാട്ടിലേക്ക് ഇങ്ങനെ പോകണം. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണിത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഇപ്പൊ ബില്ലി പറയാണ് അച്ഛാ അത് പിന്നെ എനിക്ക് വെള്ളിയാഴ്ച രാത്രി ഒരു പാർട്ടി ഉണ്ടായിരുന്നു, അപ്പൊ അതിന് പോകണം എന്നൊക്കെ ഇങ്ങനെ പറയാണ്. സാമാണെങ്കിൽ ഇപ്പൊ അവന്റെ അടുത്ത് ചൂടായിട്ട് ചോദിക്കുകയാണ് എടാ നിനക്ക് പാർട്ടിക്ക് പോകുന്നതാണോ വലുത് അതോ നിന്റെ അമ്മേനെ തരാൻ പോകുന്നതാണോ വലുത്, ഏതാണ് വേണ്ടത് നീ തീരുമാനിക്കുക എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഇപ്പൊ ബില്ല് പറയാണ് എനിക്ക് എന്തായാലും പാർട്ടിക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് എണീറ്റ് പോവാണ്. ഇപ്പൊ സാമ ഉറക്കെ വിളിച്ച് പറയുന്നുണ്ട് ശരി ശരി ആയിക്കോട്ടെ നീ പോയിട്ട് വാ, പക്ഷെ ഒരുപാട് ലേറ്റ് ആവാൻ നിൽക്കരുത്, നമ്മൾ കാട്ടിലേക്കാണ് പോണത്, അതുകൊണ്ട് ഒരു 7 മണിക്കൂറെങ്കിലും മര്യാദയ്ക്ക് കിടന്ന് ഉറങ്ങണം കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഇപ്പൊ ഈ ഒരു സീൻ കട്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ കാണുന്നത് ആ ഒരു പാർട്ടിയൊക്കെ നടക്കുന്ന ആ ഒരു വീടാണ്. അവിടെ നമ്മുടെ പയ്യന്മാരെല്ലാം കൂടി കൂടിയിട്ട്
ഇങ്ങനെ അടിച്ചു പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഇടയിൽ അവന്റെ ഫ്രണ്ട്സ് ചെറുതായിട്ട് ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ അവനും അത് കുടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. ഈ ഒരു സമയത്ത് അവന്റെ ഫ്രണ്ടിന്റെ കയ്യിലുള്ള ഒരു വലിയ വാളൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഒരുപാട് ക്രീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇപ്പൊ ഈ നാട്ടിൽ വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ ഇതുപോലുള്ള വെപ്പൺസ് ഒക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് ആ ഒരു വാൾ എടുത്തിട്ട് അവന്റെ ഫ്രണ്ട്സിനൊക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ഇതൊക്കെ കേട്ടിട്ട് എന്തോ ഒരുമാതിരി ഇങ്ങനെ ആവുന്നുണ്ട്. അവനാണെങ്കിൽ ഛർദ്ദിക്കാനൊക്കെ വരുന്നുണ്ട്. ഇപ്പൊ ഇത് കണ്ടിട്ട് റേച്ചില് അവനൊരു ഗുളിക എടുത്ത് കൊടുക്കുകയാണ്. ഇത് കഴിച്ചാൽ മതി എല്ലാം ശരിയാവുന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ഈ ഒരു സമയമായപ്പോഴത്തേക്കും അവന്റെ ഉള്ളിലുള്ള ആ ഒരു ക്രീച്ചറിന്റെ ക്യാരക്ടർ ഇങ്ങനെ പുറത്തേക്ക് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പോ റേച്ചലിന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ഗുളിക അവനിങ്ങനെ നക്കി എടുക്കുകയാണ്. ഇപ്പൊ ഇത് കണ്ടിട്ട് എല്ലാവരും അവനെ തന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട്. എന്നാൽ ഇതേ സമയത്ത് തന്നെ പാർട്ടി നടക്കുന്ന ആ ഒരു വീടിന്റെ തൊട്ട് മുന്നിലുണ്ടായിരുന്ന കാട്ടിൽ നിന്നും ഒരു ക്രീച്ചറിന്റെ അലർച്ച ഇങ്ങനെ കേൾക്കുകയാണ്. ഇപ്പൊ എല്ലാവരുടെയും ശ്രദ്ധ ആ ഒരു ഭാഗത്തേക്ക് ആയിട്ടുണ്ട്. ബില്ലിക്കാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ എന്തോ പോലേക്ക് ആവുന്നുണ്ട്. ആ ഒരു ക്രീച്ചറിന്റെ ക്യാരക്ടർ അതിങ്ങനെ പുറത്തേക്ക് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ബില്ലി അവിടുന്ന് മെല്ലെ എണീറ്റിട്ട് ആ ഒരു ശബ്ദം കേൾക്കുന്ന ഭാഗത്തേക്ക് ഇങ്ങനെ തന്നെ നടന്നു പോവാണ്. കുറച്ച് ദൂരം എത്തിക്കഴിഞ്ഞപ്പോ പിന്നെ അവൻ കാട്ടിലേക്ക് ഓടാനായിട്ട് തുടങ്ങി. അങ്ങനെ ഓടിയിട്ട് കാടിന്റെ ഉൾഭാഗത്തേക്ക് അവൻ ഇങ്ങനെ പോകുന്നുണ്ട്. ഈ ഒരു സീൻ കട്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ കാണുന്നത് പിറ്റേ ദിവസം രാവിലെ ആ ഒരു ലേക്കിന്റെ സൈഡിൽ ഇങ്ങനെ കിടക്കുന്ന ബില്ലിനെയാണ്. അവൻ എഴുന്നേറ്റ് നോക്കുന്ന സമയത്താണെങ്കിൽ ആ ഒരു ലേക്കിൽ കൂടെ പട്ടാളക്കാർ ഇങ്ങനെ പോകുന്നുണ്ട്. അവർ കാണാതിരിക്കാനായിട്ട് അവൻ അവിടെ തന്നെ ഇങ്ങനെ കിടക്കാണ്. ആ ഒരു ബോട്ട് പോയ ഉടനെ തന്നെ അവൻ അവിടുന്ന് ചാടി എണീറ്റിട്ടുണ്ട്. നോക്കുന്ന സമയത്ത് അവന്റെ മുഖത്തൊക്കെ ആകെ ബ്ലഡും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇപ്പൊ അവൻ വീട്ടിലേക്ക് തന്നെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അവനിങ്ങനെ ഓക്കാനിക്കാനൊക്കെ ആയിട്ട് വരുന്നുണ്ട്. ഇപ്പൊ വീട്ടിലെത്തിയ സമയത്താണെങ്കിൽ റോക്കി ഇങ്ങനെ അവനെ കണ്ടിട്ട് കുരയ്ക്കുന്നുണ്ട്. റോക്കിന്റെ അടുത്ത് മിണ്ടാതിരിക്കുന്ന പറഞ്ഞിട്ട് ആക്ഷൻ ഒക്കെ കാണിച്ചിട്ട് അവൻ നേരെ അവന്റെ റൂമിലോട്ട് കയറാണ്. സാം ആണെന്നുണ്ടെങ്കിൽ ആ ഒരു സെറ്റിയിൽ ഇവനെ കാത്തിരുന്നിട്ട് അവിടെ തന്നെ കിടന്ന് ഉറങ്ങി പോയിട്ടുണ്ടായിരുന്നു. ഇവന് ഈ വന്ന സൗണ്ടും കാര്യങ്ങളൊക്കെ കേട്ടിട്ട് സാമു അപ്പൊ അവിടെ നിന്ന് എണീറ്റിട്ട് അവന്റെ റൂമിലേക്ക് പോയിട്ട് ഇവന്റെ അടുത്ത് പറയാണ്, നീ എവിടെയായിരുന്നു ഇത്രയും നേരം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അവന്റെ അടുത്ത് ചൂടായിട്ട് ആ ഒരു വാതിൽ തുറക്കാനൊക്കെ തുടങ്ങുന്നുണ്ട്. പക്ഷെ ബില്ലി ശക്തമായിട്ട് ആ ഒരു വാതിൽ പിടിച്ചടക്കുകയാണ്. ഞാനിപ്പോ വരെ ഒരു 10 മിനിറ്റ് ഒന്ന് ഫ്രഷ് ആവട്ടെ എന്ന് പറഞ്ഞിട്ട് ബില്ലി ആ ഒരു കണ്ണാടിന്റെ മുന്നിലേക്ക് പോയി നിൽക്കുകയാണ്. നോക്കുന്ന സമയത്ത് അവനാണെങ്കിൽ ഇങ്ങനെ എന്തോ ഓക്കാനിക്കാനൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അവന്റെ വായിൽ ഇങ്ങനെ കൈയിട്ട് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷിയുടെ തൂവൽ ഇങ്ങനെ കിട്ടുകയാണ്. ബില്ലി അതിങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രി ബില്ലിക്ക് എന്താണ് സംഭവിച്ചതെന്നുള്ളത് അവൻ ഓർത്തെടുക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. ഇപ്പോ സാമും ബില്ലിയും കൂടിയിട്ട് ആ ഒരു കാടിന്റെ ഉള്ളിലേക്ക് പോയിട്ടുണ്ട് ബില്ലിയുടെ അമ്മേനെ തിരയാനായിട്ട്. സാമിന്റെ അമ്മയുടെ ആ ഒരു ഡ്രസ്സ് അത് നമ്മുടെ റോക്കീനെ ഇങ്ങനെ മണപ്പിക്കുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത് എവിടെയെങ്കിലും അവൾ ഉണ്ടോന്ന് അറിയാൻ വേണ്ടിയിട്ട് റോക്കീനെ ആ ഒരു കാട്ടിലേക്ക് വിടുകയാണ്. ബില്ലി ഇപ്പോ അവന്റെ അച്ഛനെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. അവന്റെ അമ്മേനെ കണ്ടുപിടിക്കാനായിട്ട് സാം ഇങ്ങനെ കഷ്ടപ്പെടുന്ന കണ്ടു കഴിഞ്ഞപ്പോ ബില്ലി അച്ഛനോട് ചോദിക്കുകയാണ്, എന്നെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമല്ലേ അമ്മേനെ ഹോസ്പിറ്റലിലേക്ക് ഗവൺമെന്റ് കൂട്ടിക്കൊണ്ടുപോയത്, അതുകൊണ്ട് അച്ഛൻ എന്നോട് ദേഷ്യം ഉണ്ടോ എന്ന് ബില്ലി ഇപ്പൊ സാമിനോട് ചോദിക്കുകയാണ്. സാം വന്നിട്ട് പറയുന്നുണ്ട്, നീ എന്തൊക്കെയാ പറയുന്നേ, അങ്ങനെയൊന്നും ഇല്ലടാ, എനിക്ക് എന്താണെന്ന് അറിയില്ല, അവളില്ലാതെ തീരെ പറ്റുന്നില്ല. അവൾ ഈ ഒരു കാട്ടില് ഒറ്റപ്പെട്ട് ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഞാൻ എങ്ങനെയാടാ മര്യാദക്ക് ജീവിക്കുക എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഇപ്പൊ ബില്ലി പറയാണ്, അച്ഛാ അമ്മ ഒരു ക്രീച്ചറായിട്ട് മാറിയിട്ടുണ്ട്, അമ്മയ്ക്ക് കാട് തന്നെ ആയിരിക്കും ഏറ്റവും നല്ലത്, അതല്ലാതെ നമ്മൾ ഇവിടുന്ന് കൂട്ടിക്കൊണ്ട് പോയിട്ട് ആ ഒരു ജയിൽ പോലത്തെ സ്ഥലത്ത് കൊണ്ട് ഇടുന്ന എന്തിനാ, അമ്മ ഈ ഒരു കാട്ടിൽ കൂടെ ഫ്രീ ആയിട്ട് നടന്നോട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. സാം ആണെന്നുണ്ടെങ്കിൽ അവന്റെ വൈഫിനെ ഒരു വട്ടെങ്കിലും കാണണം എന്നുള്ള ഒരു ആഗ്രഹത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ ആ ഒരു തെരച്ചിൽ വീണ്ടും തുടരുകയാണ്. കാട്ടിലെ ഓരോരോ ഭാഗമായിട്ട് അവരിങ്ങനെ തിരയുന്നുണ്ട്. അതിനുശേഷം ഇവരുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു മാപ്പില് അതിങ്ങനെ മാർക്ക് ചെയ്ത് വെക്കാണ്. അന്ന് മുഴുവനും ബില്ലിന്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ആ ഒരു കാട് മുഴുവനായിട്ട് ഇവർ തിരയുന്നുണ്ടായിരുന്നു. പക്ഷേ അവർക്ക് അവളെ കണ്ടുപിടിക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. ഇപ്പൊ രാത്രി ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ആ ഒരു കാർ എടുത്തിട്ട് ഈ ഒരു കാടിന്റെ നടുക്ക് കൂടി ഉണ്ടായിരുന്ന ആ ഒരു റോഡ് കൂടെ ഇങ്ങനെ സ്പീഡിൽ ഓടിക്കുകയാണ്. രണ്ട് സൈഡിലേക്ക് നോക്കുന്നുണ്ട് ആ ഒരു ഭാഗത്തെങ്ങാനും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ബില്ലിയും സാമും കൂടിയിട്ട് മെർലിനെ ഇപ്പൊ ഉറക്കെ വിളിച്ചുകൊണ്ടാണ് അവരിങ്ങനെ പോകുന്നത്. അങ്ങനെ പോയിട്ട് രാത്രി ഒരുപാട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഈ ഒരു കാടിന്റെ ഏതോ ഒരു ഭാഗത്ത് വണ്ടി നിർത്തിയിട്ട് കാറിൽ തന്നെ കിടന്ന് ഉറങ്ങായിരുന്നു. പിറ്റേ ദിവസം രാവിലെ ആയി കഴിഞ്ഞപ്പോ റോക്കി കിടന്നിട്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ കുരയ്ക്കുകയാണ്. എന്നിട്ട് ആ ഒരു കാറിൽ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. ഇതൊക്കെ കേട്ടിട്ടാണ് ബില്ലി എണീക്കുന്നത്. ബില്ലി റോക്കി പോയിട്ടുള്ള ആ ഒരു ഭാഗത്തു കൂടി ഇങ്ങനെ പോവാണ്. റോക്കി ഇപ്പൊ ഓടിയിട്ട് കാടിന്റെ കുറച്ച് ഉൾഭാഗത്തേക്ക് കയറിയിട്ടുണ്ട്. അവിടെ ഒരു മരത്തിന്റെ മുകളിൽ ക്രീച്ചറായി മാറിയിട്ടുള്ള ഒരു കുട്ടി ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഈ കുട്ടീനെ കണ്ടിട്ടാണ് റോക്കി ഒച്ചപ്പാട് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഇപ്പൊ ബില്ലി വന്നിട്ട് അവനെങ്ങനെ വിളിക്കുന്നുണ്ട്. എന്നാൽ ഇതേ സമയത്ത് തന്നെ ആ ഒരു പക്ഷിയുടെ രൂപത്തിലേക്ക് മാറിയിട്ടുള്ള ആ ഒരു ക്രീച്ചർ അങ്ങോട്ടേക്ക് വരികയാണ്. എന്നിട്ട് ബില്ലിയെ കണ്ട സമയത്ത് തന്നെ ബില്ലിനെ നല്ല രീതിയിൽ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ബില്ലി ആണെങ്കിൽ ഇപ്പൊ അവനെ തള്ളി മാറ്റുന്നുണ്ട്. ഈ ഒരു ക്രീച്ചറിന്റെ കാലിലുണ്ടായിരുന്ന ആ ഒരു കൂർത്ത നഖം വെച്ചിട്ട് അവന്റെ ഷോൾഡറിൽ നല്ല രീതിയിൽ അമർത്തി ഇങ്ങനെ വലിക്കുകയാണ്. ഇപ്പൊ ബ്ലഡ് ഇങ്ങനെ പുറത്തേക്ക് ഒരുപാട് ഒഴുകാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇവന്റെ കയ്യിൽ ഇങ്ങനെ വേദന വന്നു കഴിഞ്ഞപ്പോ ഇവനും അവന്റെ ഉള്ളിലുള്ള ആ ഒരു ക്രീച്ചറിന്റെ ആ ഒരു ശബ്ദം ഇങ്ങനെ പുറത്തേക്ക് വരാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ആ ഒരു പക്ഷിയുടെ രൂപത്തിലുണ്ടായിരുന്ന ക്രീച്ചർ അവനെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. ഈ ഒരു ബഹളം ഒച്ചപ്പാടൊക്കെ കേട്ടിട്ട് സാം അങ്ങോട്ടേക്ക് ഓടി വരുന്നുണ്ട്. സാം ഇപ്പൊ ഈ ഒരു ക്രീച്ചറിനെ നോക്കി ഒച്ചയിടാണ്, എന്റെ മോനെ ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് അയാൾ അവിടെ കിടന്ന ഒരു മരക്കമ്പ് എടുത്ത് വീശുന്നൊക്കെയുണ്ട്. എന്നിട്ട് ബില്ലിനെ കൂട്ടിയിട്ട് അവിടുന്ന് പോവാണ്. ഈ ഒരു ക്രീച്ചർ ആണെങ്കിൽ അവരെ തന്നെ നോക്കി അങ്ങനെ നിൽക്കാണ്. ഇപ്പൊ ബില്ലിനെ കാറിൽ കയറ്റിയിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനായിട്ട് അതിവേഗം ആ ഒരു റോഡിൽ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇവന്റെ കയ്യിലുള്ള ആ ഒരു മുറിവ് കണ്ടിട്ട് സാമു നല്ല ടെൻഷനിലാണ്. അതുകൊണ്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ബില്ലി ഇപ്പൊ പറയാണ്, ഇത് കുഴപ്പമൊന്നുമില്ല, വെറുതെ ടെൻഷൻ ആവണ്ട, നേരെ റോഡിലേക്ക് നോക്കി വണ്ടി ഓടിക്കുന്ന ഇങ്ങനെ പറയുന്നുണ്ട്. ഇപ്പൊ സാമു പറയുന്നുണ്ട്, അത് ചെറിയ മുറിവൊന്നുമല്ല, നല്ലോണം ബ്ലഡ് പുറത്തേക്ക് വരുന്നുണ്ടല്ലോ, അപ്പൊ എന്തായാലും ഹോസ്പിറ്റലിലേക്ക് പോവാന്ന് പറയുന്നുണ്ട്. പക്ഷെ ബില്ലി അതിന് സമ്മതിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ചെന്നിട്ട് എന്തെങ്കിലും ടെസ്റ്റ് ഒക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവനും ക്രീച്ചറായിട്ട് മാറിക്കൊണ്ടിരിക്കുക എന്നുള്ള കാര്യം മറ്റുള്ളവർ അറിയരുത് എന്ന് വിചാരിച്ചിട്ടാണ് ബില്ലി അങ്ങനെ പറയുന്നത്. സാമാണെന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് തന്നെ പോവാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഇടയിൽ കാറിന് കുറുകയായിട്ട് ഒരു കുതിര വന്ന് ചാടുന്നുണ്ട്. സാമ് വണ്ടി അവിടെ ചവിട്ടി നിർത്തുകയാണ്. എന്നാൽ ഈ ഒരു സമയത്ത് തന്നെ ജൂലി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പോലീസ് ഓഫീസർ അവരങ്ങോട്ടേക്ക് വരുന്നുണ്ട്. സാമിനോട് എവിടേക്കാണ് പോകുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ഇപ്പൊ സാമു
പറയാണ് ബില്ലിയുടെ കയ്യിൽ നമ്മുടെ ഡോഗ് ഒന്ന് കടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇപ്പൊ ഞങ്ങൾ വീട്ടിലേക്ക് പോകാന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. ജൂലി ആണെന്നുണ്ടെങ്കിൽ അവന്റെ കയ്യിലേക്ക് നോക്കിയിട്ട് പറയാണ് ഒരുപാട് ബ്ലഡ് പോയിട്ടുണ്ടല്ലോ, ഹോസ്പിറ്റലിൽ പോയിട്ട് അതൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്യുന്നു പറയുന്നുണ്ട്. സാമപ്പ പറയാണ് ഞാനും അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, പക്ഷെ ഇവൻ ഹോസ്പിറ്റലിൽ പോകാനായിട്ട് സമ്മതിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ ജൂലിയും ഇവരുടെ കൂടി ഒരു കാറിൽ കയറിയിരിക്കുകയാണ്. എന്നിട്ട് പോലീസുകാരുടെ ഫസ്റ്റ് എയ്ഡും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന ആ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് ബില്ലിനെ കൂട്ടിയിട്ട് പോകുന്നുണ്ട്. എന്നിട്ട് അവന്റെ കൈ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ സാമും ജൂലിയും കൂടിയിട്ട് ആ ഒരു സ്റ്റേഷന്റെ പുറത്ത് നിന്നിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ജൂലി ഇപ്പൊ പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ വൈഫിനെ തപ്പിയിട്ടാണ് ആ ഒരു കാട്ടിലേക്ക് പോയിട്ടുള്ളതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇനിയിപ്പോ അങ്ങനെ കാട്ടിലേക്ക് പോവാണെന്നുണ്ടെങ്കിൽ അതിനായിട്ട് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ എന്നെ വിളിച്ചാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഇപ്പൊ കുറച്ചു നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ബില്ലിയുടെ കയ്യിലുള്ള മുറിവൊക്കെ ഡ്രസ് ചെയ്തിട്ട് ബില്ലി ഇപ്പൊ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ ജൂലിയോട് താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ട് ഇവർ അവിടുന്ന് വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ ഇവർ വീട്ടിലെത്തിയിട്ടുണ്ട്. ബില്ലി അവന്റെ ബെഡ്റൂമിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ആ ഒരു കണ്ണാടിയിൽ നോക്കിയിട്ട് ഇവന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു സ്റ്റിച്ച് ഇവൻ തന്നെ അഴിച്ചു കളയുന്നുണ്ട്. അപ്പൊ അതിനകത്ത് നിന്ന് കുറെ ബ്ലഡ് ഒക്കെ പുറത്തേക്ക് വരുന്നുണ്ട്. ഇപ്പൊ ഈ ഒരു ബ്ലഡ് കണ്ടു കഴിഞ്ഞപ്പോ അവന്റെ ഉള്ളിലുള്ള ആ ഒരു ക്രീച്ചറിന്റെ ആറ്റിറ്റ്യൂഡ് ഇപ്പൊ പുറത്തേക്ക് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. എന്താ പറയാ, ആ ഒരു മുറിവിലുള്ള ബ്ലഡ് ഒക്കെ അവനിങ്ങനെ നക്കി നക്കി എടുക്കുകയാണ്. മൃഗങ്ങൾക്ക് ഇതുപോലുള്ള എന്തെങ്കിലും മുറിവൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ നാക്കുകൊണ്ട് ബ്ലഡ് ഇങ്ങനെ നക്കി എടുക്കുന്ന കണ്ടില്ലേ, അതേപോലെ തന്നെ ഇപ്പോ അവന്റെ ആ ഒരു ഹ്യൂമൻ ക്യാരക്ടർ ചെറുതായിട്ട് മാറിയിട്ട് ആ ഒരു ക്രീച്ചറിന്റെ ലെവലിലോട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. പിറ്റേ ദിവസം സ്കൂളിൽ അവരുടെ ലാബില് എന്തോ ഒരു വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇവരുടെ സ്റ്റുഡൻസ് എല്ലാവരും അങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഇവരിരിക്കുന്നതിന്റെ തൊട്ടടുത്തായിട്ട് ഇവരുടെ ആ ഒരു പരീക്ഷണങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് കുറച്ച് എലികളെ ഇങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇവനെ കണ്ടു കഴിഞ്ഞപ്പോ ആ ഒരു എലികള് ഇങ്ങനെ ഭയങ്കരമായിട്ട് ശബ്ദം ഉണ്ടാക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ബില്ലിക്ക് ഈ ഒരു സൗണ്ട് കേട്ടിട്ട് ഭയങ്കരമായിട്ട് ഇറിറ്റേഷൻ ആവാണ്. കുറെ ഈ ഒരു എലികൾ സൗണ്ട് ഉണ്ടാക്കുന്നത് കേട്ട് കഴിഞ്ഞപ്പോ ബില്ലി ഇപ്പൊ ചാടി എണ്ണിട്ട് ആ ഒരു എലികളുടെ നേരെ ഷൗട്ട് ചെയ്യാണ്. ഇപ്പൊ ആ ഒരു സൗണ്ട് കേട്ട് കഴിഞ്ഞപ്പോ എലികൾ മിണ്ടാണ്ട് അവിടെ ഇരിക്കുന്നുണ്ട്. എന്നാൽ ഈ ഒരു സംഭവമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും അവന്റെ മൈൻഡൊക്കെ ആകെ മാറാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോ ആ ഒരു സ്റ്റുഡൻസ് ഒക്കെ ഇവനെ വല്ലാത്ത രീതിയിൽ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അന്നത്തെ ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് അവൻ വീട്ടിലേക്ക് പോകാനായിട്ട് തുടങ്ങുമായിരുന്നു. പക്ഷെ അവന്റെ സൈക്കിള് പഴയ പോലെ അവനിപ്പോ ചവിട്ടാനായിട്ട് കഴിയുന്നില്ല. എന്നാലും അതിന് വേണ്ടിയിട്ട് അവനിങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. റേച്ചിൽ ഇപ്പോ അവന്റെ അടുത്തേക്ക് ഓടി വന്നിട്ടുണ്ട്. എന്നിട്ട് അവനോട് ചോദിക്കുകയാണ്, എടാ നിനക്ക് എന്താ പറ്റിയത്, കുറച്ച് ദിവസമായിട്ട് ഞാനിങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് എന്നൊക്കെ ഓരോന്നിങ്ങനെ പറയാണ്. ഇത് കൂടി കേട്ട് കഴിഞ്ഞപ്പോ ആശാന നല്ല രീതിയിൽ ടെൻഷൻ ആവുന്നുണ്ട്. അവൻ വീണ്ടും സൈക്കിൾ ചവിട്ടാനായിട്ട് ഇങ്ങനെ ശ്രമിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. പക്ഷെ അവനെ കൊണ്ട് കഴിയുന്നുണ്ടായിരുന്നില്ല. അവനിപ്പോ മറിഞ്ഞു വീഴാണ്. റേച്ചിൽ ഇപ്പോ ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവനെ സമാധാനിപ്പിക്കുന്നുണ്ട്. ഇപ്പൊ അവനോട് ചോദിക്കുകയാണ്, നീ ഫ്രീ ആണെങ്കിൽ എന്റെ വീട്ടിലേക്ക് വാടാ, നമുക്ക് കുറച്ചു നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നിട്ട് കൂളായിട്ട് പോവാന്നൊക്കെ പറഞ്ഞിട്ട് അവനെ കൂട്ടിയിട്ട് റേച്ചിൽ ഇപ്പൊ അവളുടെ വീട്ടിലേക്ക് പോവാണ്. അവിടെ ചെന്നിട്ട് ഓരോരോ കാര്യങ്ങളൊക്കെ സംസാരിച്ച് അവരിങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഇടയിൽ റേച്ചിൽ അവളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു മ്യൂസിക് ഇൻസ്ട്രുമെന്റ് അവനെ പ്ലേ ചെയ്തൊക്കെ കേൾപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇവർ ഫുഡ് കഴിക്കാനായിട്ട് കിച്ചണിലേക്ക് പോകുന്നുണ്ട്. ഇപ്പൊ ബില്ലി പോയിട്ട് അവളുടെ വീട്ടിലുണ്ടായിരുന്ന ആ ഒരു ഫ്രിഡ്ജ് തുറന്നു നോക്കുകയാണ്. അപ്പൊ അതിന്റെ ഉള്ളിലാണെങ്കിൽ ഒരു ചത്ത കിളീനെ അവളിങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഇത് നോക്കിയിട്ട് ഇതിനെന്തിനാ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചേക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ അവള് പറയാണ്, അതുതന്നെ നമ്മളടുത്തുള്ള ആ ഒരു സെന്ററിലെ ക്രീച്ചേഴ്സിന് കൊടുക്കാനുള്ള ഫുഡിന്റെ ഡൊണേഷനിലേക്ക് ഈ ഒരു കിളിയെ കൊടുക്കാന്ന് ചോദിച്ചിട്ടാണ് ഞാൻ ഇതിനെ എടുത്തു വെച്ചതെന്ന് ഇങ്ങനെ റേച്ചൽ പറയുന്നുണ്ട്. ക്രീച്ചേഴ്സിനോടുള്ള റേച്ചലിന്റെ ആ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് അത് നമ്മുടെ ബില്ലിക്ക് ഒരുപാട് ഇഷ്ടമാവുന്നുണ്ട്. റേച്ചലിന്റെ വീട്ടിൽ നിന്ന് ഇപ്പൊ ബില്ലി പോകുന്നുണ്ട്. അങ്ങനെ പോകുന്ന വഴിക്ക് വലിയൊരു കുളം കണ്ടു കഴിഞ്ഞപ്പോ ബില്ലി ഇപ്പോ അതിലേക്ക് ചാടി ഇറങ്ങാണ്. ആ ഒരു കുളത്തിൽ കിടന്നിട്ട് ഇവനിങ്ങനെ കുത്തി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അതിലുണ്ടായിരുന്ന ഒന്ന് രണ്ട് മീനുകളെ ഇവനിങ്ങനെ പിടിച്ചിട്ട് കരയിലേക്ക് വലിച്ചെറിയുന്നുണ്ട്. ഇപ്പൊ ആ ഒരു കുളത്തുനിന്ന് കയറി വന്നിട്ട് ഇങ്ങനെ അതിനെ പച്ചയ്ക്ക് തന്നെ കടിച്ചിങ്ങനെ തിന്നോണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതെല്ലാം കണ്ടിട്ട് അവിടെ തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു വീട്ടില് ഒരു അമ്മച്ചി ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു മീനിനെ ഇങ്ങനെ പച്ചയ്ക്ക് കഴിക്കുന്ന കണ്ടിട്ട് അവരിങ്ങനെ തരിച്ചു നിൽക്കുകയാണ്. ഇപ്പൊ ബില്ലി അവരെ കണ്ടു കഴിഞ്ഞപ്പോ ഒന്ന് നോക്കി ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. പിന്നെ അധികം നേരം അവൻ അവിടെ നിൽക്കാൻ നിന്നില്ല. അവിടുന്ന് ആ ഒരു മീനെ എടുത്തോണ്ട് അവൻ വേഗം പോവാണ്. അവൻ നേരെ പോയത് അന്ന് അച്ഛന്റെ കൂടെ കാട്ടിലേക്ക് പോയ സമയത്ത് ഒരു പക്ഷി മനുഷ്യനെ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ, ആ ഒരു ഭാഗത്തേക്കാണ് അവൻ പോയത്. അയാൾ മെല്ലെ മെല്ലെ ആ ഒരു പക്ഷിയുടെ രൂപത്തിലേക്ക് മാറി വരുന്നുണ്ട്. ചിറകുകളും കാര്യങ്ങളൊക്കെ നല്ല രീതിയിലായിട്ടുണ്ട്. ഈ ഒരു പക്ഷി മനുഷ്യന് പറക്കാനായിട്ട് കഴിയുന്നുണ്ടായിരുന്നില്ല. അതിന് വേണ്ടിയിട്ട് അയാൾ ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താ പറയാ, കുറച്ചൊരു ഹൈറ്റ് ഉള്ള ആ ഒരു സ്ഥലത്തുനിന്ന് ഇയാൾ ഇങ്ങനെ പറന്നു വരും. എന്നിട്ട് അവിടെ ഇവിടെയൊക്കെ തട്ടിയിട്ട് നിലത്തേക്ക് വീഴും. അങ്ങനെ വളരെ ഹാർഡായിട്ട് ഇയാൾ ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പറക്കാനായിട്ട്. ഇതൊക്കെ കണ്ടിട്ടാണ് നമ്മുടെ ബില്ല് അങ്ങോട്ടേക്ക് വരുന്നത്. അവന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു പ്ലാസ്റ്റിക് ബാഗിൽ 2-3 മീൻ ഉണ്ടായിരുന്നു. അപ്പൊ അതിനെ എടുത്തിട്ട് പുറത്തേക്ക് വെക്കുന്നുണ്ട്. ഈ ഒരു മീനിനെ കണ്ട വഴിക്ക് തന്നെ നമ്മുടെ പക്ഷി മനുഷ്യൻ വന്നിട്ട് അതിലൊരു മീനിനെ എടുത്തിട്ട് ഇങ്ങനെ കൊത്തിപ്പറിച്ച് തിന്നുന്നുണ്ട്. ഇപ്പൊ ബില്ല് അവിടെ ഇരുന്നിട്ട് പറയാണ്, നിങ്ങൾ വീണ്ടും ആ ഒരു സെന്ററിൽ നിന്ന് രക്ഷപ്പെട്ടല്ലേ, അന്നത്തെ ആ ഒരു അപകടത്തില് എന്റെ അമ്മേനെ കാണാതെ ആയിട്ടുണ്ട്, അവർ ഈ ഒരു കാട്ടിലാണുള്ളത്, എവിടെയാണെന്നൊന്നും അറിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷി മനുഷ്യനാണെങ്കിൽ ഇപ്പൊ അവനോട് പറയാണ്, ഈ കാട്ടിൽ സർവൈവ് ചെയ്യണമെങ്കിൽ നമ്മൾ നല്ല സ്ട്രോങ് ആയിരിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ കഷ്ടപ്പെടുന്നത്. നിന്റെ അമ്മ എവിടെയാണെന്നോ മറ്റൊരു കാര്യത്തെ പറ്റിയിട്ടും ഞാനിപ്പോ ആലോചിക്കുന്നില്ല. ഞാൻ ഈ ഒരു കാര്യത്തിൽ മാത്രമാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോ അധികം സംസാരിക്കാതെ നീ ഇവിടുന്ന് പോയിക്കോ, എന്നാലും ഈ ഒരു ഫുഡ് കൊണ്ട് തന്നതിന് താങ്ക്സ് എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഈ ഒരു സമയത്ത് ബില്ലി അവനോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ പേരെന്താന്ന് ചോദിക്കുന്നുണ്ട്. ഫിക്സ് എന്നാണ് അവന്റെ പേരെന്ന് ഈ ഒരു പക്ഷി മനുഷ്യൻ പറയുന്നുണ്ട്. ഇപ്പൊ ബില്ലി ചോദിക്കുന്നുണ്ട്, അത് ഫസ്റ്റ് നെയിം ആണോ ലാസ്റ്റ് നെയിം ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇപ്പൊ അയാളൊന്ന് ആലോചിച്ചിട്ട് പറയാണ്, അതെനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. ഈ ഒരു അവസ്ഥയിലേക്ക് മാറിയതിനു ശേഷം പഴയ കാര്യങ്ങളൊന്നും കറക്റ്റ് ആയിട്ട് ഓർത്തെടുക്കാനായിട്ട് പറ്റുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ബില്ലി ഇപ്പൊ അവനോട് പറയാണ്, നിങ്ങൾ എങ്ങനെ ഇവിടെ കിടന്നിട്ട് പറക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വീണിട്ട് നിങ്ങൾ ഇവിടെ കിടന്ന് മരിക്കുകയുള്ളൂ. നിങ്ങൾക്ക് പറന്ന് പഠിക്കാനായിട്ട് പറ്റിയ ഒരു സ്ഥലം എനിക്കറിയാം, ഞാൻ അവിടേക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഫ്ലെക്സിനെയും വിളിച്ചിട്ട് ബില്ലി അങ്ങോട്ടേക്ക് പോവാണ്. അവിടെ ഉണ്ടായിരുന്ന വലിയൊരു തടാകത്തിന്റെ കരയിലേക്കാണ് ഇവർ വന്നിട്ടുള്ളത്. ആ ഒരു വെള്ളത്തിലേക്ക് ഒരു തടി ഇങ്ങനെ മറിഞ്ഞു കിടക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു തടി കാണിച്ചിട്ട് ബില്ലി ഇപ്പൊ ഫ്ലെക്സിനോട് പറയാണ്, ഇതിലെ ഓടിപ്പോയിട്ട് ഇവിടുന്ന് ജമ്പ് ചെയ്തിട്ട് പറക്കാനായിട്ട് ശ്രമിക്കാം. ഇനിയിപ്പോ നിങ്ങൾ വീഴുകയാണെന്നുണ്ടെങ്കിലും ആ ഒരു വെള്ളത്തിലേക്ക് വീഴുള്ളൂ. അപ്പോ പരിക്കുകളൊന്നും തന്നെ പറ്റില്ല. ഇവന്റെ ഈ ഒരു ഐഡിയ ഫ്ലെക്സിന് ഇഷ്ടാവുന്നുണ്ട്. പക്ഷേ ഫ്ലെക്സ് ഇപ്പൊ ആ ഒരു പുഴയിലേക്ക് നോക്കിയിട്ട് പറയാണ്, നിന്റെ ഐഡിയ ഒക്കെ എനിക്ക് ഇഷ്ടമായി, പക്ഷേ ഈ ഒരു വെള്ളത്തിൽ നിറച്ചും മരത്തിന്റെ കൊമ്പ്
കൊമ്പൊടിഞ്ഞ് വീണ് കിടക്കുന്നുണ്ട്. ഞാൻ വീഴുന്ന സമയത്ത് ഇത് എന്റെ മേത്ത് കുത്തി കയറില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. ബില്ലി ഇപ്പൊ പറയാണ് അതിനിപ്പോ എന്താ, അതൊക്കെ ഞാൻ ക്ലീൻ ചെയ്ത് തരാന്ന് പറഞ്ഞിട്ട് അവൻ ആ ഒരു വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ട് അവിടെ ഉണ്ടായിരുന്ന മരക്കൊമ്പുകളൊക്കെ അവിടുന്ന് മാറ്റാണ്. ആ ഒരു ഭാഗം അവനിങ്ങനെ ക്ലീൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് ബില്ലിയുടെ നട്ടലിന്റെ ഒക്കെ ആ ഒരു ഭാഗത്ത് വന്നിട്ടുള്ള രൂപമാറ്റം നമുക്ക് കൃത്യമായിട്ട് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ആ ഒരു ഭാഗമൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോ നമ്മുടെ പക്ഷി മനുഷ്യൻ ആ ഒരു തടീന്റെ മുകളിൽ കൂടെ ഓടി വന്നിട്ട് ഇപ്പൊ അവിടുന്ന് ചാടിയിട്ട് പറക്കാനായിട്ട് ഇങ്ങനെ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ കുറച്ച് ദൂരമൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അയാൾ ആ ഒരു വെള്ളത്തിലേക്ക് വീഴാണ്. എന്നാലും അയാൾ വീണ്ടും വീണ്ടും വളരെ ഹാർഡായിട്ട് ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ നോക്കിയിട്ട് ബില്ലി അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ ഫ്ലെക്സുമായിട്ട് ബില്ലി ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കി എടുക്കുകയാണ്. ബില്ലി ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഫ്ലെക്സിനെ കാണാനായിട്ട് ഈ ഒരു കാട്ടിലേക്ക് വരുന്നത് പതിവാക്കിയിട്ടുണ്ട്. ഫ്ലെക്സിന്റെ മുഖത്തുള്ള ആ ഒരു മാസ്ക് ഇപ്പൊ ബില്ലി അഴിച്ചു നോക്കുന്നുണ്ട്. ഇതെന്ത് സംഭവിച്ചാന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഫ്ലെക്സ് പറയാണ് അത് ആ ഒരു ഹോസ്പിറ്റലിൽ ഉണ്ടായ സമയത്ത് എന്റെ മൂക്കിന്റെ ആ ഒരു ഭാഗത്തുനിന്ന് പക്ഷികളുടെ പോലുള്ള ആ ഒരു കൊക്ക് ഇങ്ങനെ വളർന്നു വരുന്നുണ്ടായിരുന്നു. അത് അവിടെ ഉണ്ടായിരുന്ന ആ ഒരു ഡോക്ടർ ഓപ്പറേറ്റ് ചെയ്ത് കളയാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പറ്റിയിട്ടുള്ള ഒരു മുറിവായിരുന്നു അത്. ആ ഒരു മുറിവൊക്കെ ക്ലീൻ ചെയ്തിട്ട് ബില്ലി ഇപ്പൊ ഡ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അന്ന് ഫ്ലെക്സിനെ കണ്ടിട്ട് ബില്ലി വീട്ടിലേക്ക് തിരിച്ചു പോകുമായിരുന്നു. ഇപ്പൊ ഒരുപാട് ലൈറ്റ് ആയതുകൊണ്ട് തന്നെ ആ ഒരു സൈക്കിൾ ചവിട്ടി പോകാനായിട്ട് അവൻ ശ്രമിക്കുന്നുണ്ട്. പണ്ടത്തെ പോലെ ആ ഒരു സൈക്കിൾ ചവിട്ടാനായിട്ട് അവൻ ഒട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല. ദേഷ്യം പിടിച്ചിട്ട് ആ ഒരു സൈക്കിൾ ഇപ്പൊ അവൻ കാട്ടിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് അവന്റെ വീട്ടിലേക്ക് പോവാണ്. പിറ്റേ ദിവസം രാവിലെ സ്കൂളിൽ വെച്ചിട്ട് ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഇരുന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതിന്റെ ഇടയിൽ ബില്ലിയുടെ ഒരു പല്ല് പറഞ്ഞിട്ട് അവൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു പ്ലേറ്റിലോട്ട് വീഴുന്നുണ്ട്. ഇപ്പൊ ആ ഒരു ചോരയടക്കം അവൻ ആ ഒരു പ്ലേറ്റിലേക്ക് ഇങ്ങനെ തുപ്പാണ്. ഇപ്പൊ അത് കണ്ടിട്ട് ബാക്കിയുള്ള എല്ലാവരും അവനെ കളിയാക്കി ചിരിക്കുന്നുണ്ട്. ഇവൻ ആകെ വിഷമമായിട്ട് അവിടുന്ന് എണീറ്റ് പോവാണ്. റേച്ചലിനൊക്കെ ഇപ്പൊ എന്തോ ഒരുമാതിരി ആവുന്നുണ്ട്. അവൻ നേരെ പോയത് ഫ്ലെക്സിന്റെ അടുത്തേക്കായിരുന്നു. അവിടെ ചെന്ന് നോക്കുന്ന സമയത്താണെങ്കിൽ ഫ്ലെക്സ് പതിവ് പോലെ ആ ഒരു തടാകത്തിന്റെ അടുത്ത് അവനിങ്ങനെ പറക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ കുറച്ച് ഇമ്പ്രൂവ്മെന്റ്സ് ഒക്കെ വന്നിട്ടുണ്ട്. കുറച്ച് ദൂരമൊക്കെ അവനിങ്ങനെ പറന്നു പോകാനായിട്ട് പറ്റുന്നുണ്ട്. പക്ഷെ അധിക ദൂരം പോകാൻ പറ്റുന്നില്ല. കുറച്ച് ദൂരം പറന്നു പോകുമ്പോഴത്തേക്കും ആ ഒരു വെള്ളത്തിലേക്ക് അവൻ വീണ് പോവാണ്. രാത്രിയായ സമയത്ത് സാം ജൂലിയനെ കൂട്ടിയിട്ട് അവന്റെ വൈഫിനെ തെരഞ്ഞിട്ട് ആ ഒരു കാട്ടിൽ ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഇടയിൽ ബില്ലി കാട്ടിൽ കളഞ്ഞിട്ട് പോയിട്ടുള്ള അവന്റെ ആ ഒരു സൈക്കിള് സാമിന് അവിടെ വെച്ചിട്ട് കിട്ടുകയാണ്. ഇപ്പൊ ബില്ലിയുടെ സൈക്കിൾ എടുത്തിട്ട് സാമു വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. കയ്യിലൊക്കെ ആകെ അഴുക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. അവരുടെ വീട്ടിലുണ്ടായിരുന്ന ആ ഒരു വാഷ് ബേസിനില് കൈ കഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ എന്തോ ആ ഒരു വാഷ് ബേസിൻ ബ്ലോക്ക് ആയിട്ടുണ്ട്. അപ്പൊ അതൊന്ന് ക്ലീൻ ചെയ്യാനായിട്ട് നോക്കുന്ന സമയത്താണെങ്കിൽ അതിന്റെ ഉള്ളിൽ നിന്ന് ബില്ലി പറിച്ചു കളഞ്ഞിട്ടുള്ള അവന്റെ കയ്യിൽ വളർന്നിട്ടുള്ള ആ ഒരു നഖങ്ങള് ഇപ്പൊ സാമിന് കിട്ടുന്നുണ്ട്. ഇതെല്ലാം കൂടി ആയി കഴിഞ്ഞപ്പോ സാമിന് കാര്യം പിടികിട്ടിയിട്ടുണ്ട്. സാമ് വീടിന്റെ പുറത്ത് ബില്ലി വരുന്നത് നോക്കിയിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. ബില്ലി ഇപ്പൊ അങ്ങോട്ടേക്ക് നടന്നു വരുന്നുണ്ട്. അവനെ കണ്ട സമയത്ത് തന്നെ സാമു വന്നിട്ട് പറയാണ് നിന്റെ സൈക്കിള് ഇന്ന് ആ ഒരു കാട്ടിൽ വെച്ചിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാനിത് ശരിയാക്കി വെച്ചിട്ടുണ്ട്, നീ ഒന്ന് ഓടിച്ചു നോക്കടാ എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് ബില്ലി ആണെങ്കിൽ വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്ത രീതിയിൽ അതെന്തായാലും നന്നായി എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് കയറാനായിട്ട് നോക്കുകയാണ്. ഇപ്പൊ സാമു പറയാണ് അത് ഓടിച്ച് കാണിച്ചിട്ട് നീ പോയാൽ മതി എന്നിങ്ങനെ പറയുന്നുണ്ട്. അവന്റെ അച്ഛന് ഈ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടെന്ന് ബില്ലിക്ക് ഇപ്പൊ മനസ്സിലാവാണ്. അവൻ അവിടുന്ന് വിഷമത്തിൽ ഇറങ്ങി ഓടുന്നുണ്ട്. സാമു ബില്ലിയുടെ പുറകെ പോയിട്ട് അവനെങ്ങനെ കെട്ടിപ്പിടിക്കുകയാണ്. ഇപ്പൊ ബില്ലി ആണെങ്കിൽ ഒരുപാട് ഇമോഷണൽ ആയിട്ട് അവിടുന്ന് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സാമു അവനെ മുറുക്കെ പിടിച്ചിട്ട് പറയുന്നുണ്ട് എടാ നീ വിഷമിക്കണ്ട, നിന്റെ കൂടെ ഞാനുണ്ട്, നിനക്കൊരു പ്രശ്നം വരാതെ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് അവനെ കെട്ടിപ്പിടിച്ചിട്ട് സാമു ഇപ്പൊ കരയാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ രാവിലെ ആയിട്ടുണ്ട്. അവർ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. ആ ഒരു സമയത്ത് സാമു ബില്ലിനോട് ചോദിക്കുന്നുണ്ട് എടാ നിന്റെ ശരീരത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത്, ആ ഒരു കാര്യങ്ങളൊക്കെ നീ എൻ്റെ അടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ നീ ഏത് രീതിയിലാണ് മാറാൻ പോകുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ആ ഒരു കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി പറയാണ്. അവന്റെ ശരീരത്തിൽ വന്നിട്ടുള്ള ആ ഒരു മാറ്റങ്ങളൊക്കെ ഇപ്പൊ സാമിനോട് പറയാണ്. അത് മാത്രമല്ല എനിക്ക് ഒരുപാട് ദൂരെയുള്ള സൗണ്ടുകളൊക്കെ നല്ല ക്ലിയർ ആയിട്ട് കേൾക്കാനായിട്ട് പറ്റും. എത്ര ചെറിയ ശബ്ദമാണെങ്കിലും അത് ഭയങ്കര ഷാർപ്പ് ആൻഡ് ക്ലിയർ ആയിട്ട് എനിക്ക് കേൾക്കാനായിട്ട് പറ്റുന്നുണ്ട്. സാമ് ഓക്കെ ഓക്കെ എന്നിങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് അവന്റെ ആ ഒരു പല്ല് അതിങ്ങനെ നോക്കുന്ന സമയത്താണെങ്കിൽ ഒരു പല്ലിങ്ങനെ കുറച്ച് ഓവറായിട്ട് ഇങ്ങനെ വളർന്നു വന്നിട്ടുണ്ട്. അവന്റെ അമ്മയ്ക്ക് കൊടുക്കാറുള്ള ആ ഒരു ടാബ്ലറ്റ്സ് അതിപ്പോ ബില്ലിക്ക് സാം എടുത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട് ഈ ഒരു ടാബ്ലറ്റ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ക്രീച്ചറിലേക്ക് മാറുന്ന ആ ഒരു ട്രാൻസ്ഫോർമേഷൻ അത് കുറച്ച് സ്ലോ ആയിട്ട് കിട്ടും. അതുകൊണ്ട് തന്നെ ഈ ഒരു ടാബ്ലറ്റ് കഴിക്കാനായിട്ട് പറയുന്നുണ്ട്. പക്ഷെ ഇത് കഴിക്കുന്ന സമയത്ത് നല്ല ക്ഷീണം വരും. അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിച്ച് വേണം കൈകാര്യം ചെയ്യാൻ പറയുന്നുണ്ട്. ഒരു 2 ആഴ്ചയും കൂടി നീ എങ്ങനെയെങ്കിലും ആർക്കും സംശയം തോന്നാത്ത രീതിയിൽ നടക്കുക. ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ തീർത്തിട്ട് നമുക്ക് എവിടേക്കെങ്കിലും പോവാം എന്നിങ്ങനെ സാമു പറയുന്നുണ്ട്. ഇപ്പൊ ബില്ലിയും അതിന് ഓക്കെ പറയാണ്. അവന്റെ കയ്യിലേക്ക് നോക്കുന്ന സമയത്താണെങ്കിൽ ചെറിയ ചെറിയ നഖങ്ങളൊക്കെ ഇപ്പൊ വീണ്ടും വളർന്നു വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഈ വളർന്നു വരുന്ന നഖങ്ങളൊക്കെ ഡെയിലി കട്ട് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ ആ ഒരു ചെറിയ ചെറിയ സൗണ്ടുകൾ നിനക്കത് ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റുന്നില്ലേ, അത് ചിലപ്പോ നിനക്കൊരു പ്രശ്നമായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഒരു കാര്യം ചെയ്യ്, 2 പഞ്ഞി എടുത്തിട്ട് ചെവിയിൽ വെക്കുക. എന്നിട്ട് ഈ ഒരു മുടി ഉപയോഗിച്ചിട്ട് ആ ഒരു ചെവിയുടെ ഭാഗം മറച്ചു വെച്ചോ എന്നിങ്ങനെ പറയുന്നുണ്ട്. അവന്റെ ശരീരത്തിൽ ഓവറായിട്ട് വളർന്നിട്ടുള്ള ആ ഒരു രോമങ്ങളൊക്കെ സാമു ഇപ്പൊ ഷേവ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇപ്പൊ ഒരു മരുന്ന് കൊടുക്കുകയാണ്. ഇത് തേക്കുകയാണെന്നുണ്ടെങ്കിൽ നിന്റെ ശരീരത്തിൽ ഈ ഒരു രോമത്തിന്റെ വളർച്ച അത് കുറച്ച് സ്ലോ ആയിട്ട് കിട്ടും. അപ്പൊ ഈ ഒരു മരുന്ന് ഡെയിലി തേക്കാനായിട്ട് മറക്കണ്ട എന്നിങ്ങനെ പറയുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഡോറിൽ ആരോ മുട്ടുന്നുണ്ട്. പോയി നോക്കുന്ന സമയത്താണെങ്കിൽ പോലീസ് ഓഫീസർ ആയിട്ടുള്ള ജൂലി ആയിരുന്നു. സാമിന്റെ വൈഫിനെ തെരഞ്ഞിട്ട് കാട്ടിലേക്ക് പോകാനായിട്ട് സാമിനെ കൂട്ടാൻ വേണ്ടിയിട്ടാണ് ജൂലി അവിടേക്ക് വന്നിട്ടുള്ളത്. ഇപ്പൊ ബില്ലിനോട് പുറത്തേക്കൊന്നും പോരുത് എന്ന് പറഞ്ഞിട്ട് സാമു ആ ഒരു കാട്ടിലേക്ക് പോവാണ്. പിറ്റേ ദിവസം നമ്മുടെ ഫ്ലെക്സിനെ കാണാനായിട്ട് വന്നതാണ് ബില്ലി. പക്ഷേ ഫ്ലെക്സ് ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര സാഡ് ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. കാരണം അവന്റെ സംസാരിക്കാനുള്ള ആ ഒരു കഴിവ് ഇപ്പൊ മുഴുവനായിട്ട് പോയിട്ടുണ്ട്. ഇപ്പോ ആ ഒരു പക്ഷിയുടെ ശബ്ദം മാത്രമേ വരുന്നുള്ളൂ. ഈ ഒരു കാര്യം അറിഞ്ഞപ്പോ ബില്ലിക്കും ഭയങ്കരമായിട്ട് വിഷമാവുന്നുണ്ട്. ബില്ലി ഇപ്പോ ഫ്ലെക്സിനെ കെട്ടിപ്പിടിച്ചിട്ട് ആശ്വസിപ്പിക്കുകയാണ്. ഫ്ലെക്സിന് അവന് സംസാരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളൊരു സങ്കടം അതിപ്പോ ഭയങ്കരമായിട്ട് ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണ്. ഇപ്പൊ ദേഷ്യം പിടിച്ചിട്ട് ഫ്ലെക്സ് അവിടെ ഉണ്ടായിരുന്ന ഒരു വലിയ മരത്തിന്റെ മുകളിലേക്ക് ഇങ്ങനെ പാഞ്ഞു കയറി പോകുന്നുണ്ട്. എന്നിട്ട് അതിന്റെ ഏറ്റവും മുകളിലുള്ള ആ ഒരു കമ്പിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അവൻ അവിടുന്ന് ചാടിയിട്ട് പറക്കാനായിട്ട് പോവാണ്. നിലത്ത് വീണ വീഴട്ടെ, അതോടെ തീരുമല്ലോ ഈ ഒരു കഷ്ടപ്പാട്
കഷ്ടപ്പാടെന്ന് വിചാരിച്ചിട്ട് ഇപ്പോ ബില്ലിയാണെന്നുണ്ടെങ്കിൽ താഴെ നിന്ന് വേണ്ട വേണ്ടാതൊക്കെ ഇങ്ങനെ വിളിച്ച് പറയുന്നുണ്ട്. ഫ്ലെക്സ് ഇതൊന്നും കേൾക്കാതെ ഇപ്പൊ എടുത്ത് ചാടുകയാണ്. ഭയങ്കര സ്പീഡിൽ ഇവനിങ്ങനെ താഴോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിലത്തെത്താനായ അതേ സമയത്ത് തന്നെ ചിറകിങ്ങനെ രണ്ട് സൈഡിലേക്കും വീശി വിരിക്കുകയാണ്. അവൻ മുന്നോട്ടേക്ക് നീങ്ങാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. നോക്കുന്ന സമയത്താണെങ്കിൽ നല്ല രീതിയിൽ ഇപ്പൊ അവനെ കൊണ്ട് പറക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഇത് കണ്ടു കഴിഞ്ഞപ്പോ ബില്ലിക്കാണെങ്കിൽ സന്തോഷമാവുന്നുണ്ട്. ഫ്ലെക്സ് ഇപ്പൊ പറന്നു പോയിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു ഉണങ്ങിയ മരത്തിന്റെ മുകളിലേക്ക് ഇടിക്കുന്നുണ്ട്. ഈ ഒരു മരം തന്നെ താഴേക്ക് വീഴാണ്. ഫ്ലെക്സ് എവിടെയെന്ന് വിചാരിച്ചിട്ട് ബില്ലി ആണെങ്കിൽ അവന്റെ പുറകെ ഓടി നോക്കുന്നുണ്ട്. അവനെ കാണുന്നില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ബില്ലി ഇപ്പൊ ഫ്ലെക്സ് പോയിട്ടുള്ള ആ ഒരു ഭാഗത്തേക്ക് പോയി നോക്കുകയാണ്. പോയി നോക്കുമ്പോ നമ്മുടെ ഫ്ലെക്സ് ആകാശത്ത് കൂടെ അടിപൊളിയായിട്ട് ഇങ്ങനെ പറന്നു വരുന്നുണ്ട്. ഇത് കാണുമ്പോ ബില്ലിക്ക് നല്ല സന്തോഷമാണ്. അവൻ അവിടെ കിടന്ന് കൂക്കി വിളിക്കുന്നുണ്ട്. അവരുടെ നാട്ടില് അന്ന് രാത്രി ഒരു ചെറിയ ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. അവിടെ സാമിന്റെ ആ ഒരു റെസ്റ്റോറന്റ് അവർ ചെറിയൊരു ഫുഡ് കോർട്ട് ഇട്ടിട്ടുണ്ട്. അവിടേക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് ബില്ലിനോട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ബില്ലി എത്തിക്കഴിഞ്ഞപ്പോ ഇച്ചിരി ലേറ്റ് ആയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അച്ഛനും മോനും കൂടിയിട്ട് ചെറിയൊരു വഴക്കാവാണ്. അതിന്റെ ഇടയിൽ ബില്ലിന്റെ ഈ ഒരു ക്രീച്ചർ ആ ഒരു ക്യാരക്ടർ പുറത്തോട്ട് വരുന്നുണ്ട്. അവന്റെ അച്ഛന്റെ കയ്യിൽ അറിയാതെ അവൻ കടിച്ചു പോവാണ്. ഈ ഒരു കാര്യമൊക്കെ ആലോചിച്ചിട്ട് അവന് നല്ല വിഷമാവുന്നുണ്ട്. അവനിപ്പോ പുറത്തേക്ക് ഇറങ്ങി ഇങ്ങനെ നടക്കാണ്. എന്നാൽ ഈ ഒരു സമയത്താണ് റേച്ചില് അവനെ കാണുന്നത്. അവനൊന്ന് കൂളാക്കാൻ വേണ്ടിയിട്ട് റേച്ചിൽ ഇപ്പോ അവനെയും കൂട്ടിയിട്ട് അവിടെ തൊട്ടടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു ചോളപ്പാടത്ത് കൂടെ ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് അവരിങ്ങനെ നടക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇതിന്റെ ഇടയിൽ റേച്ചിൽ ബില്ലിനെ ഒന്ന് കിസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ കിസ് ചെയ്തുകൊണ്ട് തന്നെ ബില്ലിയുടെ ബാക്ക് സൈഡിൽ തൊട്ട് നോക്കുന്ന സമയത്ത് ഇവന്റെ നട്ടലിന്റെ ആ ഒരു ഭാഗത്ത് വന്നിട്ടുള്ള ആ ഒരു വ്യത്യാസങ്ങളൊക്കെ ഇപ്പൊ അവളും കാണുന്നുണ്ട്. ഇപ്പൊ അവള് പറയാണ്, എനിക്ക് ആദ്യം അറിയായിരുന്നു നീ ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുക എന്നുള്ളത്, പക്ഷെ എനിക്ക് അതൊന്നും കുഴപ്പമില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. ഈ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവരവിടെ വെച്ചിട്ട് അവരുടേതായിട്ടുള്ള ആ ഒരു ടൈം അങ്ങനെ സ്പെൻഡ് ചെയ്യാണ്. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ ആ ഒരു പാർട്ടിയിലേക്ക് ഇവർ രണ്ടുപേരും കൂടി വന്നിട്ടുണ്ട്. അവരുടെ ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ഒരുത്തൻ ബില്ലിനെ വിളിച്ചിട്ട് ആ ഒരു ടോയ്ലറ്റിന്റെ ഭാഗത്തേക്ക് പോകുന്നുണ്ട്. ഇപ്പൊ ബില്ലിനോട് ചോദിക്കുകയാണ്, എന്താണ് മോനെ നീ റേച്ചിലുമായിട്ട് ആ ഒരു ചോളപ്പാടത്ത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, അത് മാത്രല്ല നിന്റെ ബാക്ക് സൈഡിൽ എന്താ ഒരു മാറ്റം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ഇപ്പൊ ബില്ലി ആണെന്നുണ്ടെങ്കിൽ പേടിച്ചിട്ട് അവനെ തന്നെ അങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഈ ഒരു സമയത്ത് അവൻ അവന്റെ പോക്കറ്റിൽ നിന്ന് ഒരു ഡിവൈസ് ഇങ്ങനെ പുറത്തേക്ക് എടുക്കുന്നുണ്ട്. നോക്കുന്ന സമയത്ത് ഒരു കാറിന്റെ കീ പോലത്തെ എന്തോ ഒരു സാധനമാണ്. ഈ ഒരു കീയിലുള്ള സ്വിച്ച് ഞെക്കുന്ന സമയത്ത് ഒരു പ്രത്യേകതരം സൗണ്ട് ഇങ്ങനെ വരുന്നുണ്ട്. ഈ ഒരു സൗണ്ട് ഇതുപോലുള്ള ക്രീച്ചേഴ്സിന് തീരെ സഹിക്കാനായിട്ട് പറ്റില്ല. അപ്പോ ക്രീച്ചേഴ്സിനെ ഓടിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് ആയിരുന്നു അത്. ഈ ഒരു ഡിവൈസ് ബില്ലിയുടെ നേരെ അടിച്ചു കഴിഞ്ഞപ്പോ അവൻ ഒട്ടും സഹിക്കാനായിട്ട് പറ്റുന്നില്ല. ഒരുപാട് ഈ ഒരു സൗണ്ട് ഇങ്ങനെ ആയി കഴിഞ്ഞപ്പോ ക്രീച്ചറിന്റെ ആ ഒരു ക്യാരക്ടർ അതിപ്പോ ഇങ്ങനെ പുറത്തേക്ക് ചാടിയിട്ടുണ്ട്. ബില്ലി ഇവന്റെ നേരെ ഭയങ്കര കൊടൂരമായിട്ട് ഇങ്ങനെ മൊരണ്ടുകൊണ്ട് ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണ്. എന്നിട്ട് അവന്റെ മുഖത്തേക്ക് കൈ വെച്ചിട്ട് ഒരു വീശി വീശുന്നുണ്ട്. അവന്റെ കയ്യിലുണ്ടായിരുന്ന നഖം കൊണ്ടിട്ട് അവന്റെ മേത്ത് ഇങ്ങനെ മുറിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ബില്ലി ഇറങ്ങിയിട്ട് ആ ഒരു ചോളപ്പാടത്തിന്റെ ആ ഒരു ഭാഗത്തേക്ക് പോവാണ്. ഈ ഒരു ചെക്കനാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ കിടന്ന് കരഞ്ഞു വിളിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇത് കേട്ടിട്ട് ഒരുപാട് ആൾക്കാർ അവിടെ കൂടിയിട്ടുണ്ട്. ഈ ഒരു ബഹളമൊക്കെ കേട്ട് കഴിഞ്ഞപ്പോ റേച്ചലിന് എന്തോ പേടിയാവുന്നുണ്ട്. റേച്ചില് സാമിന്റെ അടുത്ത് പോയിട്ട് ബില്ലി എവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. ആ ഒരു സമയത്താണ് സാമും ബില്ലിനെ നോക്കുന്നത്. അവിടെ എവിടെയും കാണുന്നുണ്ടായിരുന്നില്ല. ഇപ്പൊ സാമു ചുറ്റും നോക്കുന്ന സമയത്ത് കുറെ ആൾക്കാരൊക്കെ അവരുടെ കാറിലുണ്ടായിരുന്ന ആ ഒരു ഗണ്ണും കാര്യങ്ങളൊക്കെ പുറത്തെടുത്തിട്ട് ഈ ഒരു ചോളപ്പാടത്തേക്ക് ഇറങ്ങാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ സാമിന് മനസ്സിലായിട്ടുണ്ട് ബില്ലിനെ തെരഞ്ഞിട്ടാണ് ഇവർ നടക്കുന്നതെന്നുള്ളത്. ബില്ലി ആണെങ്കിൽ ഈ ഒരു കാര്യമൊന്നും അറിയാതെ ആ ഒരു ചോളപ്പാടത്ത് കൂടെ ഇങ്ങനെ മുന്നോട്ടേക്ക് നടക്കായിരുന്നു. അവന്റെ അടുത്തേക്ക് ഈ ആൾക്കാരുടെ ഒരു ഡോഗ് ഇങ്ങനെ വന്ന് നിന്നിട്ടുണ്ട്. ഈ ഒരു ഡോഗിനെ കണ്ടു കഴിഞ്ഞപ്പോ ആ ഒരു ഡോഗിനെ നോക്കിയിട്ട് അവനിങ്ങനെ മുരളുകയാണ്. ഇത് കേട്ടിട്ട് ആ ഒരു ഡോഗ് അവിടുന്ന് പേടിച്ച് ഓടി പോകുന്നുണ്ട്. ഇപ്പൊ ബില്ലി മുന്നോട്ടേക്ക് നടക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ ഈ ഒരു ഡോഗ് വന്ന ദിശ നോക്കിയിട്ട് രണ്ടാൾക്കാർ ഗണ്ണുമായിട്ട് ഇങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. ബില്ലി നടന്നിട്ടുള്ള ആ ഒരു അനക്കം കേട്ട് കഴിഞ്ഞപ്പോ ആ ഒരു ഭാഗത്തേക്ക് തന്നെ ഇവന്മാര് ഷൂട്ട് ചെയ്യാണ്. പക്ഷെ എന്തോ ഭാഗ്യത്തിന് ബില്ലിയുടെ മേത്ത് കൊണ്ടിട്ടില്ല. അവന്റെ പുറകെ ആളുകൾ വരുന്നുണ്ട് എന്നുള്ളത് അവന് മനസ്സിലായി. അവനിപ്പോ ആ ഒരു ചോളപ്പാടത്ത് കൂടെ കിടന്നിങ്ങനെ ഓടുകയാണ്. തൊട്ട് പുറകെ ഈ ഒരു ടീമും വരുന്നുണ്ട്. എന്നാൽ ഇപ്പൊ എന്താ ചെയ്യാന്നൊരു പിടുത്തമില്ലാത്ത രീതിയിൽ നമ്മുടെ സാമും ആ ഒരു ഭാഗത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ബില്ലിന്റെ അടുത്തേക്ക് ഒരുത്തിന് ഓടി എത്തിയിട്ടുണ്ട്. അവൻ ബില്ലിനെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയ ആ ഒരു സമയത്ത് തന്നെ നമ്മുടെ ഫ്ലെക്സ് എവിടുന്നോ പറന്നു വന്നിട്ട് അയാളെ റാഞ്ചി എടുത്തിട്ട് ആ ഒരു സൈഡിലേക്ക് കൊണ്ടുവന്ന് ഇടുന്നുണ്ട്. അങ്ങനെ ബില്ലിയുടെ പുറകെ വന്നോണ്ടിരുന്ന ഒരു 3-4 പേരെ ഫ്ലെക്സ് സൈഡാക്കിയിട്ടുണ്ട്. ഇപ്പൊ ബില്ലി ആ ഒരു കാട്ടിലേക്ക് കയറിയിട്ടുണ്ട്. അവനങ്ങനെ ഓടാനായിട്ട് തുടങ്ങുകയാണ്. തൊട്ട് മുകളിലായിട്ട് ഫ്ലെക്സും പറന്നിങ്ങനെ വരുന്നുണ്ട്. ഇപ്പൊ മിലിറ്ററിക്കാരും ആ ഒരു ഭാഗത്തേക്ക് വന്നിട്ടുണ്ട്. അവരൊരു വണ്ടിയിൽ ഇവനെ ഇങ്ങനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവൻ ഓടി ഓടിയിട്ട് ചെറിയൊരു അരുവിക്ക് കുറുകെ കിടക്കുന്ന ഒരു മരത്തിലൂടെ ഓടി അപ്പുറത്തെ സൈഡിലേക്ക് കിടക്കുന്നുണ്ട്. വണ്ടിക്ക് ആ ഒരു ഭാഗത്തേക്ക് പോകാൻ കഴിയാത്തതുകൊണ്ട് തന്നെ വണ്ടി അവിടെ നിൽക്കാണ്. ആകാശത്തൂടെ പറന്നു വന്ന ഫ്ലെക്സിനെ അവർ കാണുന്നുണ്ട്. ഇപ്പൊ അവനെ ഉന്നം വെച്ചിട്ട് ഷൂട്ട് ചെയ്യാണ്. ഫ്ലെക്സിനാണെങ്കിൽ അവർ ഷൂട്ട് ചെയ്തത് കൊണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവനിപ്പോ ആ ഒരു ഹൈറ്റിൽ നിന്ന് താഴേക്ക് വീഴാണ്. ബില്ലി ഈ ഒരു സൗണ്ട് ഒക്കെ കേട്ടിട്ട് ഫ്ലെക്സ് വീണ ആ ഒരു ഭാഗത്തേക്ക് ഓടി പോകുന്നുണ്ട്. ഫ്ലെക്സിന്റെ അടുത്ത് മടിയിൽ ഇങ്ങനെ കിടത്തിയേക്കാണ്. ബില്ലിനെ കണ്ടു കഴിഞ്ഞപ്പോ ഫ്ലെക്സ് അവനെ നോക്കി ചിരിക്കുന്നുണ്ട്. ഇപ്പൊ അവന്റെ മടിയിൽ കിടന്നിട്ട് തന്നെ ഫ്ലെക്സ് മരിക്കുകയാണ്. ബില്ലിക്കാണെങ്കിൽ ഭയങ്കര സങ്കടവും ദേഷ്യമൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. സാമുപ്പ ആ ഒരു ചോളപ്പാടത്ത് കൂടി ഓടി ഇങ്ങനെ വരുന്നുണ്ടായിരുന്നല്ലോ. ഫ്ലെക്സ് റാഞ്ചി എടുത്ത് കൊന്നിട്ടുള്ള ഒരാളുടെ ഡെഡ് ബോഡി അവിടെ കിടക്കുന്നത് സാമു കാണുന്നുണ്ട്. അയാളുടെ അരികിലുണ്ടായിരുന്ന ആ ഒരു ഗണ്ണ് സാമുപ്പ കയ്യിലെടുത്ത് പിടിക്കുകയാണ്. എന്നിട്ട് ഈ ഒരു മിലിറ്ററിക്കാർ പോയ ആ ഒരു ഭാഗത്തേക്ക് ഇയാൾ ഓടി പോകുന്നുണ്ട്. ഇപ്പൊ കാട്ടിലെത്തി നോക്കുന്ന സമയത്താണെങ്കിൽ ഒരുപാട് ആൾക്കാർ അവിടെ ഇങ്ങനെ കൂടി നിൽക്കുകയാണ്. ഇനി അവനെ പിടിച്ചോന്ന് വിചാരിച്ചിട്ട് ചെന്ന് നോക്കുന്ന സമയത്താണെങ്കിൽ ഫ്ലെക്സ് അവിടെ മരിച്ചു കിടക്കുന്നതാണ് സാമു കാണുന്നത്. ഇവര് ഓടിച്ചിട്ട് വന്നിട്ടുള്ളത് ഫ്ലെക്സിനെയാന്ന് വിചാരിച്ചിട്ട് അവന്റെ ആ ഒരു ഡെഡ് ബോഡി ആയിട്ട് എല്ലാവരും അവിടുന്ന് പിരിഞ്ഞു പോവാണ്. സാമിനാണെങ്കിൽ ബില്ലിക്കൊന്നും പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞപ്പോ ഒരാശ്വാസം ആവുന്നുണ്ട്. ബില്ലി ഇപ്പൊ ഓടി ഓടിയിട്ട്
കാടിന്റെ ഉൾഭാഗത്ത് എത്തിയിട്ടുണ്ട്. അന്ന് ആ ഒരു സമയത്താണ് നല്ല ഇടിയൊക്കെ വീട്ടിയിട്ട് മഴ പെയ്യുന്നത്. ഇപ്പൊ മഴ നനയാതിരിക്കാനായിട്ട് ബില്ലി അവിടെ ഉണ്ടായിരുന്ന ഒരു ഗുഹയിലേക്ക് കയറി നിൽക്കുകയാണ്. ഇപ്പോ മുഴുവനായിട്ട് രൂപമാറ്റം സംഭവിച്ചിട്ടുള്ള അവന്റെ അമ്മേനെ അവൻ അവിടെ വെച്ച് കാണുന്നുണ്ട്. ആ ഒരു സ്മെല്ല് വെച്ചിട്ടാണ് ഇവർ പരസ്പരം കണ്ടുമുട്ടിയത്. ബില്ലിയുടെ അമ്മ അവനെ തള്ളിയിട്ട് ആ ഒരു ഗുഹേന്റെ അപ്പുറത്തെ സൈഡിലേക്ക് ആക്കുന്നുണ്ട്. അവൻ അവിടെ ഇറങ്ങി നോക്കുന്ന സമയത്താണെങ്കിൽ ഒരുപാട് ക്രീച്ചേഴ്സ് അവിടെ ഇങ്ങനെ ഉണ്ടായിരുന്നു. അതായത് അന്ന് സംഭവിച്ചിട്ടുള്ള ഒരു ആക്സിഡന്റ് അവിടുന്ന് രക്ഷപ്പെട്ടു വന്നിട്ടുള്ള ക്രീച്ചേഴ്സ് ആണ് അവിടെ ഉള്ളത്. ഈ ഒരു പാമ്പിനൊക്കെ പോലെയുള്ള പന്നിയുടെ രൂപത്തിലേക്ക് മാറിയിട്ടുള്ള ഒരാള്. അങ്ങനെ പലതരം ക്രീച്ചേഴ്സിനെ അവൻ അവിടെ കണ്ടുമുട്ടാണ്. ഈ ഒരു ഗുഹയുടെ ഇപ്പുറത്തെ സൈഡിലായതുകൊണ്ടാണ് ഇത്രയും നാളായിട്ടും ആ ഒരു ഫോഴ്സിന് ഇവരെ കണ്ടുപിടിക്കാനായിട്ട് പറ്റാതിരുന്നത്. ഇവരെല്ലാരും ഇവിടെ ഇങ്ങനെ ഫ്രീ ആയിട്ട് നടക്കുന്ന കണ്ടു കഴിഞ്ഞപ്പോ ബില്ലിക്ക് ഒരു സന്തോഷമാവാണ്. എന്നാൽ ഈ ഒരു സമയത്ത് തന്നെ ഈ ഒരു ഗുഹയുടെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഭയങ്കരമായിട്ട് ഇങ്ങനെ എന്തോ ശബ്ദം ഇങ്ങനെ കേൾക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. നോക്കുമ്പോ ടിയർ ഗ്യാസിന്റെ ഷെല്ലൊക്കെ വന്ന് വീണിട്ടുണ്ട്. ഇപ്പൊ ഒരുപാട് പട്ടാളക്കാര് ആ ഒരു ഭാഗത്തേക്ക് ഇടിച്ച് കയറി വരാണ്. അവിടെ ഉണ്ടായിരുന്ന എല്ലാ ക്രീച്ചേഴ്സിനെയും ഒന്നൊഴിയാതെ അവർ പിടിച്ചോണ്ട് പോവാണ്. കൂട്ടത്തിൽ ഇപ്പോ ബില്ലിനെയും കൊണ്ടുപോകുന്നുണ്ട്. ബില്ലിനെ ഇങ്ങനെ പിടിച്ച് വിവരം അറിഞ്ഞിട്ട് സാം ജൂലിയുടെ ഹെൽപ്പ് എടുത്തിട്ട് ആ ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് വന്നേക്കാണ്. രൂപത്തില് വലിയ വ്യത്യാസമൊന്നും വരാത്തോണ്ട് തന്നെ ഇവൻ ക്രീച്ചറായിട്ട് മാറിയിട്ടുള്ള കാര്യം ആ ഒരു മിലിറ്ററിക്കാരൊന്നും മനസ്സിലാക്കുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്പൊ പോലീസിന് അവനെ കൈമാറിയിട്ടുണ്ട്. ജൂലിയുടെ ആ ഒരു ഇൻഫ്ലുവൻസ് ഉപയോഗിച്ചിട്ട് ബില്ലിനെ സാമിന്റെ കൂടെ വിടാന്ന് തീരുമാനിക്കുകയാണ്. അതിനു വേണ്ടിയിട്ടുള്ള ഡോക്യുമെന്റ് സൈൻ ചെയ്യാനായിട്ട് അവിടെ ഉണ്ടായിരുന്ന ആ ഒരു പോലീസ് ഓഫീസർ അവന് ആ ഒരു ഡോക്യുമെന്റ് എടുത്ത് കൊടുക്കുന്നുണ്ട്. പക്ഷെ ഈ ഒരു അവസ്ഥയിൽ അവനത് സൈൻ ചെയ്യാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. ഇവൻ സൈൻ ചെയ്യാൻ നോക്കുന്ന സമയത്ത് ആ ഒരു പേപ്പർ കീറി പോവാണ്. കുഴപ്പമില്ല, നീ ആകെ പേടിച്ചിട്ടുള്ളതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പ്രിന്റ് ഔട്ടും കൂടിയിട്ട് അയാൾ എടുത്തു കൊടുക്കാണ്. ആ ഒരു പ്രിന്റ് ഔട്ടും ഇവൻ കീറി കളഞ്ഞു കഴിഞ്ഞപ്പോ അയാൾക്ക് എന്തോ ഒരു ഡൗട്ട് അടിക്കുന്നുണ്ട്. ഇപ്പൊ മൂന്നാമത്തെ പ്രിന്റ് അയാൾ ഇങ്ങനെ എടുത്തു വെച്ചിട്ട് ഇപ്പൊ സാമിനോട് പറയാണ്, ഇവന്റെ ഈ ഒരു പെരുമാറ്റത്തില് എന്തൊക്കെയോ അസ്വാഭാവികത കാണുന്നുണ്ടല്ലോ, ഇവനും ഇൻഫെക്റ്റഡ് ആണെന്നുള്ളത് എനിക്ക് സംശയം ഉണ്ടെന്ന് പറഞ്ഞു തീർന്നില്ല. സാം അയാളെ പിടിച്ചൊരു തള്ളു തള്ളുന്നുണ്ട്. അവിടെ ഉണ്ടായിരുന്ന ഭിത്തി പോയിട്ട് തലയടിച്ചിട്ട് അയാൾ അവിടെ വീണിട്ട് അയാളുടെ ബോധം പോവാണ്. ഈ ഒരു ഗ്യാപ്പില് ആ ഒരു മേശപ്പുറത്തുണ്ടായിരുന്ന സീൽ എടുത്തിട്ട് ഈ ഒരു ഡോക്യുമെന്റിൽ വെച്ചിട്ട് അവിടുത്തെ പോലീസുകാരെ കാണിച്ചിട്ട് ബില്ലീനെ കൂട്ടിയിട്ട് സാം അവിടുന്ന് പോവാണ്. ആർക്കും വലിയ ഡൗട്ടൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അവിടെ നിന്നിട്ടുണ്ടായിരുന്ന ജൂലിയ ഇവരെ തന്നെ ഇങ്ങനെ ശ്രദ്ധിച്ച് നോക്കുകയാണ്. അങ്ങനെ പോകുന്ന വഴിക്ക് ബില്ലി പറയാണ്, അച്ഛാ ഞാൻ ആ കാട്ടിൽ വെച്ചിട്ട് അമ്മേനെ കണ്ടിട്ടുണ്ടായിരുന്നു, അവര് നല്ല ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. അച്ഛൻ ആ ഒരു കാര്യത്തില് ഇനി ടെൻഷനൊന്നും അടിക്കണ്ടെന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ സാമിനും സന്തോഷമാവാണ്. വളരെ ഹാപ്പി ആയിട്ട് പഴയ ആ ഒരു കഥകളൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ ആ ഒരു വണ്ടിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് അവരുടെ തൊട്ടു ബാക്കിലായിട്ട് രണ്ട് പോലീസ് വണ്ടി ഇങ്ങനെ ചീറിപ്പാഞ്ഞു വരുന്നത് ഇവർ ആ ഒരു കണ്ണാടി കൂടെ കാണാണ്. ബില്ലി ഇപ്പൊ പറയാണ്, അച്ഛാ പോലീസുകാരനെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സെന്ററിൽ കൊണ്ടിടും, അപ്പോ അച്ഛനെന്നെ ഇടയ്ക്ക് കാണാനായിട്ട് വരില്ലേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ഇപ്പൊ സാമു പറയാണ്, എടാ ഞാനുള്ളപ്പോ അവര് നിന്നെ പിടിക്കാനോ എന്ന് പറഞ്ഞിട്ട് സാമു ബില്ലിനെ നോക്കി ഒരു ചിരിച്ചിരിക്കുന്നുണ്ട്. ഇപ്പൊ വണ്ടി ചവിട്ടി വിടുകയാണ്. അങ്ങനെ അവർ പോയിട്ട് ആ ഒരു കാടിന്റെ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. അത് ആ ഒരു ഉൾക്കാട്ടിലേക്ക് പോകുന്ന റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഏരിയ ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ ചെറിയൊരു ഗേറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഈ ഒരു ഗേറ്റ് ഒക്കെ ഇടിച്ച് തെറിപ്പിച്ചിട്ട് ഇവരുടെ ആ ഒരു വണ്ടി ആ ഒരു കാട്ടിലേക്ക് അങ്ങനെ പോവാണ്. അങ്ങനെ കുറച്ച് ദൂരം എത്തിക്കഴിഞ്ഞപ്പോ സാമു ആ ഒരു വണ്ടി നിർത്തുന്നുണ്ട്. എന്നിട്ട് ബില്ലിക്ക് ആ ഒരു ഡോറ് തുറന്നു കൊടുക്കുകയാണ്. നീ കാട്ടിലേക്ക് പോയിക്കോ, അവിടെ പോയിട്ട് സന്തോഷമായിട്ട് ജീവിക്കുക എന്ന് പറഞ്ഞിട്ട് അവനെ പറഞ്ഞു വിടുകയാണ്. ഇവരുടെ തൊട്ട് ബാക്കില് ഇപ്പൊ ആ ഒരു പോലീസ് ജീപ്പും ഇങ്ങനെ വരുന്നുണ്ട്. ബില്ലി പോകുന്ന കണ്ടിട്ട് സാമിന്റെ കണ്ണിങ്ങനെ നിറഞ്ഞു ഒഴുകുകയാണ്. ബില്ലി ആണെങ്കിൽ ആ ഒരു കാട്ടിലേക്ക് ഇങ്ങനെ ഓടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സീനം കാണിച്ചിട്ട് ദ ആനിമൽ കിങ്ഡം എന്ന ഈ ഒരു സിനിമ ഇവിടെ കഴിയുകയാണ്. എങ്ങനെയുണ്ട് ഗൈസ്, നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ പ്ലീസ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമന്റ് ചെയ്യാനും മറക്കണ്ട. ഇതുവരെ നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തു വെച്ചോളൂ. അപ്പോ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ ബൈ ബൈ.